സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ഈ കൊടും വനം അമേരിക്കയോ ആഫ്രിക്കയോ അല്ല, കേരളത്തിലെ നേര്യമംഗലം. കൃഷി ആവശ്യങ്ങൾക്കല്ലാതെ ഈ കാട്ടിലേക്ക് ആരും പോകാറുമില്ല, വരാറുമില്ല. ഇവിടെയുള്ള ഒരു പഴയ ക്ഷേത്രത്തിലേക്ക് വർഷത്തിലൊരിക്കൽ കാവിധാരികളായി ഗ്രാമവാസികൾ എത്താറുണ്ട്. പിന്നെ പൊങ്കൽ, തെയ്യം, സംഗീത കച്ചേരിയൊക്കെ ആയിട്ട് ആഘോഷമായിരിക്കും. ഇവിടെ ചെറിയൊരു സന്ദേശം കിട്ടി. ഈ ഉത്സവത്തിന് തീവ്രവാദ സഖാക്കളും കാവ്യവേഷത്തിലെത്തുന്നുണ്ട്. അത് എന്തിനായിരിക്കും? സുരക്ഷാ ജോലിയിലുള്ള പോലീസ് ഇവരെ തിരിച്ചറിയുമോ? നാം വീരഭദ്രസ്വാമിയുടെ ഉത്സവത്തിന് വന്നിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വീരഭദ്ര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ പാലമുത്തുവിന്റെ നമസ്കാരം. നിങ്ങളിൽ ആരാണ് ഈ കൂട്ടത്തിൽ മീനാക്ഷിപുരം പുന്നത്തായി? മുരുകച്ചെല്ലൻ നിങ്ങളുടെ കുട്ടിയല്ലേ? സ്റ്റേഷനിൽ വന്ന് ഈ കുട്ടി 1 മണിക്കൂറായി കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയാണുള്ളത്? കുട്ടിക്ക് എന്താണ് വാങ്ങിക്കൊടുത്തത്? അരമണിക്കൂറിനുള്ളിൽ 5 പ്രാവശ്യമാണ് കുട്ടി വിളിക്ക് പോയത്. നിസ്സാര കാര്യമല്ല. അണക്കെട്ട് പൊട്ടിച്ചു വിട്ടതുപോലെയാണ് കുട്ടി കാര്യം സഹായിച്ചോണ്ടിരിക്കണം. അമ്മേ, ബക്കറ്റ് കണക്കിന് വെള്ളം കൊണ്ട് എത്ര പ്രാവശ്യമാണ് കഴുകി കൊടുക്കുന്നത്? കഴുകി കൈ വേദനിക്കാൻ തുടങ്ങി. ഒന്ന് വാ അമ്മേ, എത്രയും വേഗം കൊച്ചിനെ കൂട്ടിക്കൊണ്ടു പോ. അമ്മേ നമ്മുടെ ഭാവനെ അമ്മേ പോലീസ് മൈക്കിൽ പറഞ്ഞോണ്ടിരിക്കണത്. നീ ചുമ്മാ ഇരിക്കടാ. കൊച്ച അവിടെ തന്നെ ഇരുന്ന് സാധിക്കട്ടെ. ഇവിടെ വന്നിരുന്ന വെള്ളത്തിന് എവിടെ പോവടാ കഴുകാൻ? ആ പണിയിലും പോലീസുകാർ മര്യാദക്ക് ചെയ്യട്ടടാ. എന്നാടാ പേരയ്ക്ക 2 കടി? വേണ്ടമ്മേ, ഇപ്പൊ തന്നെ വയറ്റിളക്കുവാ. വിളിക്കിരിക്കാൻ പോവാ അമ്മേ. വെള്ളം എടുത്ത് കഴുകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കല്ലേ, സ്റ്റേഷനിലോട്ട് പോ. കണ്ടില്ലേ നമ്മുടെ നാട്ടുകാർ എത്ര ഉഷാറായിട്ടാ ഇരിക്കുന്നത്. കൊച്ചിനെ കയറൂരിൽ വിട്ടിട്ട് ഇവരിവിടെ തിന്നോണ്ടിരിക്കുക. എന്താന്ന് വായിന്നറിയാതെ വന്നാ. എന്താ അറിയാതെ വന്നു? സോറി സഖാവേ. നമ്മുടെ നാട്ടിൽ പോലീസ് കാണിക്കുന്ന തോന്നിവാസത്തിന് ശരി, നമ്മുടെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതില് ഒരു തെറ്റുമില്ല. അത് കറക്റ്റാ. എന്ത് ശരിയാന്ന്? വാ, വിശക്കുന്നു, പോയി കഴിക്കാം. സഖാക്കളെ, പറഞ്ഞോ. പേരക്ക 1 or 2 കഴിച്ചാ മതി. അതെന്താ? വിശപ്പാന്നും പറഞ്ഞ് വാരി വലിച്ച് കഴിച്ചാ ആ കൊച്ചിനെ പോലെ കണ്ടെടുത്തൊക്കെ പോയി വിളിക്കിരിക്കേണ്ടി വരും. കൊച്ചുകുട്ടികളാണെങ്കിൽ കണ്ടെടുത്ത് പോയി വിളിക്കിരിക്കും. നമ്മളെങ്ങാൻ വിളിക്കിരുന്ന മോനെ നാട്ടുകാർ നമ്മളെ ഓടിച്ചിട്ടടിക്കും. നല്ല പഴാണോ വാട്ടപ്പഴാണോ? കൊട്ടയിൽ നിറച്ചു വെച്ച കണ്ടില്ലേ, നോക്കിയെടുത്തോ. കറുത്ത പേരയ്ക്കുണ്ടോ? ഇവന്റെ ഒരു കാര്യം, കറുപ്പ് പേരൊക്കെ വേണേ പെയിന്റ് അടിക്കേണ്ടി വരും. ഒന്ന് വെറുതെ ഇരി. ഞാൻ കറുത്ത പേരയ്ക്കാ ചോദിച്ചേ. പക്ഷെ കറുത്ത പേരയ്ക്ക വേണ്ട, നീല പേരയ്ക്കുണ്ടോ? എന്താണ് ഞാൻ പറയണേ? നീലപ്പേരക്ക കിട്ടും. കുറച്ച് വില കൂടുതലാണല്ലോ. എന്ത് വില തരും? വില കറക്റ്റ് നിങ്ങൾ തന്നെ പറ. 465 രൂപ 15 പൈസ. സഖാബ്, അഭിവാദ്യങ്ങൾ. പൊതുയോഗത്തിൽ വെച്ച് കാണാം. പേരയ്ക്ക, നാട്ടുപേരയ്ക്ക, നല്ല പേരയ്ക്ക. പേരക്കാരൻ നമ്മുടെ ആളല്ലേ? കില്ലാടിയാണ് ആള്. എന്താ സഹാബി? 46. ഇതല്ലേ? ഇതാ പേരക്കാരനോട് ചോദിച്ചാ പറഞ്ഞു തരില്ലേ? എടാ പേരക്കാരാ. സഖാവേ. അവന്റെ ജോലി അതോടുകൂടി കഴിഞ്ഞു. ഇനി 46 എന്താന്ന് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. വ്യക്തമായിട്ടുണ്ട്. വാ, നമുക്ക് കൗന്തോട്ടത്തിലേക്ക് പോവാം. സഖാവേ, ദേ കാണുന്ന നമ്പറൊക്കെ
അതിൽ 46 നമ്പറില്ലേ, അതിലാണ് നമ്മുടെ പ്രധാന കാര്യം ഉണ്ടാവുക. വരൂ, അതെന്താണെന്ന് നോക്കാം. ആ, എവിടെയാ 46? ഇതല്ല, ഇതാണോ? അല്ല, ആ ഇതായിരിക്കും. ഇതാ. സഖാക്കളെ, എവിടെ ഉണ്ട് 46? കണ്ടുപിടിച്ചോ? നല്ലോണം നോക്ക്, നല്ലോണം നോക്ക്. എന്താ സഖാവേ, ഞെങ്ങുന്നുണ്ടല്ലോ? എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. 46. സഖാവേ, ഒരു മരകഷ്ണം പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ സഖാവേ അത്? ആ ആ പൂവിരിച്ച വഴിയിലൂടെ വരിക, ശ്രദ്ധ വേണം. പൂക്കളുള്ള വഴി കൂടി നടക്കാനാ പറഞ്ഞേക്കണ, അതിന്റെ പുറത്തു പോവല്ലേ? അതെ സഖാവേ, സഖാവേ ശരിക്കും നേരെ അങ്ങ് പോയാ പോരെ. അത് വിട്ടിട്ട് ഇതിലേക്ക് ഇങ്ങനെ കേറി വളഞ്ഞുറ്റി പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ? ഇതിലേ നടക്കണോന്നാണോ? സൗന്ദര്യ, ഇവിടുത്തെ 4 അടി മണ്ണ് മാറ്റി നോക്കിക്കേ. ഇതെന്താ ഇവിടെ? ആരെങ്കിലും അറിയാതെ കാല് വെച്ചാ ശരിക്കും തുളഞ്ഞങ്ങ് കയറും. അത്ര തന്നെ. 4 ദിവസം കൊണ്ട് ആലിന്റെ പണി തീരും. സഖാവ് ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ഞാൻ ഈ പൂട്ട വഴി കൂടിയേ നടക്കുള്ളൂ. വല്ല പോലീസോ പുതിയ ആൾക്കാരോ വന്നാ വിഷമാണ് ഈ ചവിട്ടി അവര് മരിച്ചത് തന്നെ. പൊതുയോഗത്തിലേക്ക് നമുക്കല്ലാതെ വേറെ ആർക്കും വരാൻ പറ്റില്ല. എന്റെ അമ്മോ, ജെയിംസ് ബോണ്ട് പോലും തോറ്റുപോകും. രാംരാജ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്, എല്ലാം അവന്റെ പണിയാ. അവൻ ഭയങ്കര കില്ലാടിയാണല്ലോ. പക്ഷെ എന്തു പറഞ്ഞാലും ഇങ്ങനെ എതിർത്ത് സംസാരിച്ചോണ്ടിരിക്കും. സമർത്ഥനാണെങ്കിൽ ആള് പുലിയായിരിക്കും, ഈ എന്നെ പോലെ. അപ്പൊ ഞങ്ങളൊക്കെ പേടിത്തൊണ്ടന്മാരാണോ? അതല്ല സഖാവേ, നിങ്ങളൊക്കെ കത്തിയല്ലേ, എന്നാ ഷാർപ്പ്. ഈ സ്തുതിപാടലൊന്നും ഇവിടെ വേണ്ട. എന്താ സഖാവേ ഇത്? പാത റൗണ്ട് ഇട്ട് തീർന്നല്ലോ. ശരിയാണല്ലോ, അതും ചുവന്ന പൂവാണല്ലോ ഇട്ടേക്കുന്നത്. ഡേഞ്ചർ ആണല്ലോ. അപ്പൊ ഇത് തന്നെ ഫൈനൽ ചെക്ക് പോസ്റ്റ്. ബുധൻ, പൂ, പുലി. അപ്പൊ പുലിയുടെ ശബ്ദം. നമസ്കാരം അരുൺ സഖാവ്. വരൂ സഖാവ് ബാലു. പലേ കൂടെ നോക്കി വാ. സഖാവേ, ഇതെന്നാ സെറ്റപ്പാ താഴത്ത്? താഴേക്കല്ല, മുകളിലേക്ക് നോക്കാം. പലകയിൽ കാല് വെക്കാതെ തറയിൽ കാല് വെച്ച് പോയാ അപകട. മണ്ണിനടിയിലുള്ള പ്ലേറ്റ് പ്രസ്സായി തടിയിലുള്ള കയറ് മുറിച്ചു വിടും. നമ്മുടെ തലച്ചോറിന്റെ കാര്യം പോക്ക് തന്നെ. പൊളിഞ്ഞ് പുറത്തു വരും എന്റെ അമ്മോ. എല്ലാം ഈ രാമരാജിന്റെ പടിയാ. നമസ്കാരം വലിയ സഖാവേ. വരൂ വരൂ. നമസ്കാരം നമസ്കാരം. വരൂ. നമസ്കാരം സഖാവേ. അരുൺ സഖാവ് എത്ര ക്ഷീണിച്ചു പോയി നോക്കിക്കേ. കാട്ടിൽ തന്നെയാണെങ്കിൽ അങ്ങനെയാ. നേരത്തിന് ഭക്ഷണം കഴിക്കാൻ നോക്കില്ല, നേരത്തിന് ഉറങ്ങാൻ നോക്കില്ല. സഖാവേ അനുഗ്രഹിക്കണം. അത് പാടില്ല. എണീക്ക്. അച്ഛനും അമ്മയുടെ കാലിലല്ലാതെ വേറെ ആരും കാലിൽ വീഴാൻ പാടില്ല. അതല്ല നിങ്ങളുടെ കാലത്താ സഖാവേ. ഇപ്പൊ മാതാപിതാക്കളുടെ കാലിലൊഴികെ വേറെ എല്ലാവരുടെയും കാലിൽ വീഴുന്നുണ്ട്. അത് സിനിമാക്കാരാണെങ്കിൽ കാമന്നടിച്ച് കാലേ വീഴും. ഇത്രയും വർത്താനം പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ തടി കുശ്ബുവിനൊക്കെ അമ്പലം പെടുന്നത്? സാധാരണ ജനങ്ങൾ ഇങ്ങനെയാ. വലിയ വലിയ നേതാക്കളെക്കാളും സന്യാസിമാരെക്കാളും ഒരു നടിക്ക് അർഹിക്കുന്നതിനേക്കാളും മാന്യസ്ഥാനം കിട്ടുന്നുണ്ട്. ഓർത്താ വലിയ കഷ്ടമാ. പോപ്പുലാരിറ്റി ത്യാഗത്തെയും അധ്വാനത്തെയും ഇല്ലാതാക്കുന്നു. അല്ല, ഈ സൗന്ദര്യം വീരാസ്വാമി നമ്മുടെ പ്രസ്ഥാനത്തിൽ ചേരാൻ വന്നിട്ടുണ്ടല്ലോ. നയം മനസ്സിലാക്കിയിട്ടാണോ അതോ വല്ല കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെടാനാണോ? പറഞ്ഞില്ലായിരുന്നു, ഇവനാണ് രാംരാജ്. അവൻ ആളെ പറഞ്ഞ് സ്വാധീനിക്കാണ്. രണ്ടാമത് പറഞ്ഞതാ ശരി. വലിയ സഖാവേ, കൊല ചെയ്തിട്ട് കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ സംഘടനയിലേക്ക് കൊണ്ടുവന്നേ. പക്ഷെ മനഃപൂർവ്വം തെറ്റിയതല്ല.
സൗന്ദര്യന് സ്വന്തം എന്ന് പറയാൻ ഒരു മുത്തശ്ശിയുള്ളൂ. സ്വത്തോ ഒരു വീട് മാത്രം. ഇവന്റെ തറവാട് അന്യായമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഞാനാണ് ഉടമസ്ഥനെന്ന് അനുകൂലമായ കോടതി വിധി പോലും വന്നു. പക്ഷെ നടപ്പാക്കാൻ അനുവദിച്ചില്ല. വേറെ ഒരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവനെ തട്ടിക്കളഞ്ഞ. കുഴപ്പമില്ല, ഇവരെ നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാമല്ലോ. വീരസ്വാമിയുടെ കഥ എന്താ? എന്റെ പേര് വീരസ്വാമി എന്നാ. ഒരു സാധാരണക്കാരൻ. എന്റെ വീടിന്റെ അടുത്തൊരു ചൊരുനായുണ്ട്. എന്താ എന്റെ പേര്? സൗദര പറഞ്ഞേ. പീറ്റർ, PJ പീറ്റർ. 24 മണിക്കൂറും മണം പിടിച്ച് നടക്കും. ഒരു എലി അതിലെ പോയാൽ പോലും അതിന്റെ പിറകെ ഓടും. അത്ര വൃത്തികെട്ട കഴുതകളാ. എന്നെ കണ്ട വാലും പൊക്കി ഓടി വരും. കുറച്ച് പേടിപ്പിച്ചിട്ട് പിന്നാലെ വരും. ഒരു ദിവസം എന്റെ മുണ്ട് തന്നെ അഴിഞ്ഞുപോയി. ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നാട്ടുകാർ കണ്ട് ചിരിയോടി ചിരി. നാട്ടീന്ന് ദുരസാമയുടെ കയ്യിൽ പലിശയ്ക്ക് വാങ്ങിയായിരുന്നു. എന്താ മാസ പലിശയ്ക്കാ? അല്ല, ഇരട്ടി പലിശക്കാ. പെട്ടുപോയാൽ അതിൽ നൂരാൻ പറ്റില്ല. ഇയാളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ആ ചെക്കൻ. ആര്, ദൊരസ്വാമിയോ? അതെന്നേ, ഇയാളുടെ നാട്ടിലെ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ഇയാളെ മുണ്ട് വലിച്ചൂരിയിട്ട് നഗ്നനാക്കി ഓടിച്ചിട്ട് ചെരുപ്പ് കൊണ്ട് അടിച്ചവര്. മനസ്സ് തകർന്നു പോയി. ആരുടെ? ഇദ്ദേഹത്തിന്റെ അല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ. പേര് വടിവെന്ന. നല്ല പഠിപ്പുള്ള സുന്ദരിയാ. എന്റെ സ്വന്തം അമ്മായിയുടെ മോള. സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ ഇൻസ്പെക്ടർ ഇല്ല. നേരെ ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് തന്നെ പോയി. അലറി കരഞ്ഞ് നിലവിളിച്ചോണ്ട് ചെന്നു. അപ്പോ ഇൻസ്പെക്ടറുടെ ഭീഷണി. വെപ്രാളപ്പെട്ട് ഓടി വന്ന ദൊരസ്വാമി. പേപ്പറും എഗ്രിമെന്റും എല്ലാം അവന്റെ മുന്നിൽ വെച്ച് പീസായി കീറി കളഞ്ഞിട്ട് 10 പൈസ വേണ്ടെന്ന് പറഞ്ഞു. മിണ്ടായിരിക്കണ സൗന്ദര്യ, എന്തിനാ എന്റെ മാനം കളയുന്നത്? നിങ്ങൾ പറയുന്നേ 10 പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട്? നെറികെട്ട നായ്ക്കള് കഥക് കുറ്റിയിട്ട് രണ്ടുപേരും മാറി എന്റെ വടിവില് ആ പാവത്തില് ഇത് പലിശക്ക് ഇത് മുതലെന്ന് പറഞ്ഞ് ദൈവമേ, എന്തിനീ പരീക്ഷണങ്ങൾ എന്റെ മുത്തേ, കണ്ണിലെ ദൈവങ്ങളെ ഇതൊന്നും കാണുവാൻ. ഞാൻ ഈ വീരച്ചാമി അങ്ങനെ ആയിരുന്നെങ്കിൽ ആ 2 നായ്ക്കളുടെ തലവെട്ടി നടു റോഡിൽ വെച്ചേനെ. ഇദ്ദേഹം അങ്ങനെ ചെയ്തില്ല. 2 പേരുടെ തലയും ആര്യങ്കാവ് അമ്പലത്തിലെ ശൂലത്തില് കോർത്തു വെച്ചു. വീരസ്വാമി തന്നെയാ. പേര് പോലെ തന്നെ ചെയ്തു കാണിച്ചല്ലോ. ഇവർക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ അംഗത്വം കൊടുത്തേക്കാം. സഖാക്കളെ, ഈ കഥകളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടിയല്ല ഈ പൊതുയോഗം നമ്മൾ കൂടിയത്. നമ്മുടെ സംഘടനയെ 20 വർഷം മുമ്പ് തന്നെ നിശേഷം ഇല്ലായ്മ ചെയ്തെന്ന് പോലീസ് വലിയ വീമ്പിളക്കിയിരുന്നു. പക്ഷേ അവിടെയും ഇവിടെയുമായി വീണ്ടും നമ്മൾ മുളച്ചു പൊന്തുകയാണ്. ഇപ്പോൾ സമരങ്ങളെല്ലാം പഴയതുപോലെയല്ല, വ്യത്യസ്തമായിട്ട് പല രീതിയിലും മാറിക്കഴിഞ്ഞു. നമ്മളും അതുപോലെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താലേ നമ്മുടെ സംഘടനയെ നാടറിയുകയുള്ളൂ. അതായത് പൊതുസേവന പാതയൊക്കെ വിട്ടിട്ട് പ്രായോഗിക രാഷ്ട്രീയ ശൈലിയാവാന്ന്. സഖാവ് രാമരാജെ, ഒരു നിമിഷം ശ്രമിക്കൂ. അരുൺ, എന്താ പറയാൻ വരുന്നത്? സഖാവേ, പറയുന്ന കുറച്ച് വ്യക്തമായിട്ട് പറയുന്നേ. അതിലേക്കാ ഞാൻ വരുന്നേ. ഇതാ നോക്കി, ഈ പേപ്പർ ന്യൂസ് കണ്ടോ? ഇന്ത്യയുടെ മാതൃകാ ബാലികയെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കുട്ടി. ആരെ കുട്ടിയെന്നറിയോ? കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ദയാളന്റെ ഒറ്റമോള്. ഈ DGP ആ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനയെ തകർക്കാൻ മുൻപന്തിയിൽ നിന്നയാൾ. അതെ. അതുമാത്രമല്ല, എന്റെ അച്ഛനെ കൊന്നവനാ. DGPയുടെ മോള് കൈരളി ചിലരെ കിഡ്നാപ്പ് ചെയ്യാം. മീഡിയക്കാരെ അങ്ങനെ വെറുതെ ഇരിക്കില്ല. നല്ലപോലെ എഴുതിക്കൂട്ടി. കറക്റ്റാ. ഗവൺമെന്റിനെ ചൂടാക്കി ടെൻഷൻ അടിപ്പിച്ച് കളയും. നാട് മുഴുവൻ ഞെട്ടി വിറയ്ക്കും. ജയിലിലുള്ള നമ്മുടെ സഖാക്കളെ റിലീസ് ചെയ്താലേ കൈരളി ചെല്ലത്തെ ജീവനോടെ വിടുള്ളൂ എന്ന് പറയാം. തെറ്റാണ്, ഇത് വലിയ തെറ്റാണ്. നിങ്ങളുടെ അച്ഛനെ കൊന്നവര് സംഘടന ഇല്ലാതാക്കിയവരാണെങ്കിൽ നിങ്ങൾ അയാളെ എന്ത് വേണേ ചെയ്തോ. ജയില് ചേർത്ത് നമ്മുടെ സഹാക്കളെ പുറത്തു കൊണ്ടുവരല്ലോ. നമുക്കെല്ലാവർക്കും പോകാം. ആളുടെ മോള് ചെറിയ കുട്ടിയല്ലേ. സഖാക്കളെ, നമ്മുടെ പ്രസ്ഥാനത്തിൽ ചേരുമ്പോ നമ്മുടെ ആദ്യത്തെ പാഠം എന്താ? സ്ത്രീകളെ സഹോദരിയെ പോലെ കാണണമെന്നാ. അതുമാത്രമല്ല, ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പൊതു നിയമം തന്നെ ഗർഭിണികളായവരെയും പെൺകുട്ടികളെയും ഒരു സാഹചര്യത്തിലും തട്ടിക്കൊണ്ടു പോകരുതെന്നാണ്. അത് ഈ കാലഘട്ടത്തിൽ മാറ്റപ്പെടേണ്ട നിയമമാണ്. രാമരാജ്, സഖാവ് അരുൺ പറഞ്ഞത് ശരിയാ. സ്ത്രീ പുരുഷ സമത്വമുള്ള ഈ കാലത്ത് അത് മാറ്റുന്നതൊന്നും വലിയ തെറ്റല്ലല്ലോ. നിയമം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അങ്ങനെയൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ
ഉപദ്രവിക്കാൻ പാടില്ലെന്ന് മാറ്റി എഴുതാം. സഖാക്കളെ പറയൂ, പറയൂ സഖാക്കളെ. ഫൈനലായിട്ട് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിരിക്കുന്ന DGPയുടെ മകൾ കൈരളി ചെല്ലത്തെ തട്ടിക്കൊണ്ടുവരുന്നു. ഒരേ ഒരു നിബന്ധന, 20 വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന നമ്മുടെ പ്രിയ സഖാക്കളായ വരദനെയും ജനയെയും വിട്ടയക്കണം. ഒരു മിനിറ്റ്. ഈ കിഡ്നാപ്പ് 4 വിഭാഗങ്ങളായി ചെയ്യണം. ആദ്യ വിഭാഗം DGPയുടെ വീട്ടിൽ നിന്ന് കൈരളി ചെല്ലത്തെ തട്ടിയെടുക്കൽ. അതിൽ വീരസ്വാമി, സൗന്ദർ, മുരളി, കൊളന്തവേല്, ആറുമുഖം. രണ്ടാമത്തെ വിഭാഗം തട്ടിയെടുത്ത കുട്ടിയെ ശ്രദ്ധയോടെ കാട്ടിനുള്ളിൽ ബോർഡർ വരെ എത്തിക്കേണ്ടത് സൗന്ദർ, മുരളി, ത്യാഗു. മൂന്നാമത്തത് കാട്ടിനുള്ളിൽ കൈരളി ചെല്ലത്തെ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടത് രാമരാജ്, മണി, ത്യാഗു. നാലാമത്തെ, അവസാനമായി ഇതെല്ലാം നിയന്ത്രിക്കാൻ മേൽനോട്ടത്തിനൊരാൾ. അത് ഞാൻ. എന്റെ സഹായികളായി വീരസ്വാമിയും സൗന്ദറും. സമ്മതമല്ലേ? സമ്മതമല്ലേ? പറയൂ. തീരുമാനം എടുത്തത് നിങ്ങൾ, അത് നടപ്പിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാ. ഇതെല്ലാം അവസാനിക്കുന്നത് വരെ ഞാൻ പറയുന്നതാണ് തീരുമാനവും അന്ത്യവും. സമ്മതമല്ലേ? സഖാക്കളെ, എന്തു പറഞ്ഞാലും എതിർക്കാന്ന് വിചാരിക്കരുത്. ഏകാധിപത്യം എന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിയമത്തിലേ ഇല്ല. ഇത് ബോധപൂർവ്വം നിയമത്തെ ധിക്കരിക്കുന്ന തീരുമാനം. ഏകാധിപത്യത്തെ പിന്തുണയ്ക്കണം. ഇങ്ങനെയൊക്കെ ഏകാധിപത്യം തലവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇന്ത്യ നിയമമൊക്കെ ശരിയെന്ന പോലെ ആവൂലേ? പിന്നെ എന്തിനാ പ്രസ്ഥാനം? പിന്നെ എന്തിനാ സമരം? ധൃതി വെക്കണ്ട, എല്ലാവർക്കും വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. സഖാ വരുൺ, കൈരളി ചെല്ലത്തെ തട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ഈ പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയന്ത്രിക്കുന്ന ആള്. അവിടെ നേതാവെന്ന വാക്കിന് പ്രാധാന്യമില്ല. സഖാ വരുൺ അത് ഈ പൊതുയോഗത്തിന്റെ എല്ലാ തീരുമാനത്തിനും വിധേയനാണ്. ഇനി ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഞാനും നിങ്ങളിൽ ഒരാളാ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ കിഡ്നാപ്പിംഗ് നടക്കും. നമ്മുടെ സംഘടനയുടെ വിജയം ചരിത്രമാകാൻ പോകുന്ന വിജയം. യുവരക്തമാണ് കൂടിയിരിക്കുന്നത്. വളരെ സന്തോഷം. കൈരളി ചെല്ലത്തിന്റെ കാര്യത്തില് നമ്മുടെ പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാക്കാതെ ഒന്നായിട്ട് നിന്ന് ജയിക്കണം. എങ്ങും 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 വിജയം തന്നെ. ഏതിലും നമുക്ക് വിജയം തന്നെ. ജാതിയും മതവും മരണവും സങ്കടവും കഷ്ടവും നഷ്ടവും മറികടന്ന് പാവങ്ങളുടെ മുന്നണി ജിന്ദാബാദ്. പാവങ്ങളുടെ മുന്നണി പാവങ്ങളുടെ മുന്നണി. നശിച്ചുപോയ പ്രസ്ഥാനം വീണ്ടും മുളയ്ക്കുന്നു. അവരുടെ പെട്ടെന്നുള്ള തീരുമാനം ഇന്ത്യൻ ദേശീയബാലിക തട്ടിയെടുക്കുക. കൈരളി ചെല്ലം കേരള DGPയുടെ മകൾ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, ഇവരിൽ നിന്നെല്ലാം ആദരവേറ്റുവാങ്ങിയ മിടുമിടുക്കി. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന കാര്യം DGPക്കോ അവരുടെ വീട്ടിലെ മറ്റാർക്കെങ്കിലും അറിയുമോ? 500. വെരി ഗുഡ്. ഒന്നുമില്ല കൈരളി ചെല്ലാം. നത്തിങ്. പ്ലീസ് മാസ്റ്റർ. എടാ മഹാപാപി, എന്നാ നീ ഇവിടുന്ന് കെട്ടിയെടുക്കുന്നേ? എന്റെ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണല്ലോ. പെൺകുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ? എന്ത് പറഞ്ഞാലും എന്റെ മോൻ കേൾക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്റെ വയറ് കാളുക. ട്രെയിനിങ്ങാ പോലും, വലിയ ട്രെയിനിങ്. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല ചെല്ലാം. വേദനിക്കുന്നു. നോ പ്രോബ്ലം. പ്ലീസ് മാസ്റ്റർ വിട്. ഒന്നുമില്ല മോളെ. എടോ നിർത്തടോ. ബോധമില്ലേ തനിക്ക്? പിഞ്ചു കുഞ്ഞിനെ റബ്ബർ പോലെ വളയ്ക്കുകയാണോ? കൈയും കാലും പോയാൽ നീ സമാധാനം പറയോ? വിടണോ? ഒന്നുമില്ലമ്മ. മര്യാദക്ക് ഈ പണി ഇന്നത്തോടെ നിർത്തിക്കോണം. ട്രെയിനിങ്ങാ പോലും ട്രെയിനിങ്. എവിടുന്നാടോ ഇത് പഠിച്ചത്? എന്താടോ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുന്നേ? എടോ നിങ്ങൾ രണ്ടും എന്തിനാണോ എന്ന് പറഞ്ഞ് വായും പൊളിച്ച് നിൽക്കുന്നേ? നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ ഇതുപോലിട്ട് കഷ്ടപ്പെടുത്തുവോ? എടോ മര്യാദക്ക് ഇയാളോട് പോവാൻ പറഞ്ഞോ? ഇല്ലേ ചാണകം കലക്കി തല ഒഴിക്കും. ചേട്ടാ എണീക്കേട്ടാ.
എന്താ? ഒന്ന് പെട്ടെന്ന് എണീക്ക്. നിങ്ങളുടെ അമ്മ ആ മാസ്റ്ററോട് കിടന്ന് കലി തുള്ളുക. എന്റെ പൊന്നോ, എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? ഈ വാക്കുകളൊക്കെ എവിടുന്നാ കിട്ടുന്നെന്ന് അറിയില്ലല്ലോ. എന്തേട്ടാ, എങ്ങോട്ടാ പോകുന്നേ? മോഹം കഴിയിട്ട് വരട്ടെ മോളെ. മുഖമൊക്കെ പിന്നെ കഴുകിയാ മതി. അപ്പോഴേക്കും അവിടെ വലിയ പ്രശ്നമാവും. അവിടുത്തെ ബഹളം കേട്ടില്ലേ? എന്താ നിനക്ക് പറഞ്ഞൂടെ അത്? നന്നായി. കൊച്ചുമോളുടെ വിഷയത്തിൽ ഇടപെട്ട പെറ്റ അമ്മയാണെന്ന് പോലും നോക്കില്ല. എനിക്ക് കേൾക്കും തെറിവിളി. നിങ്ങൾ വാ. 2 മണിക്ക് എന്നാലും ഒന്ന് കിടന്നേ. നടക്കങ്ങോട്ട്. ഉറങ്ങാനും സമ്മതിക്കില്ല. രാവിലെ എന്നെ ടെൻഷൻ അടിപ്പിച്ചോ? അത് നിങ്ങളുടെ അമ്മയോട് പോയി പറ. അതെ, അമ്മയോട് ചോദിച്ചാൽ നീയാന്ന് പറയും, നിന്നോട് ചോദിക്കുമ്പോ അമ്മയാന്നു. നിങ്ങളുടെ വഴക്കിനൊരു അവസാനമില്ലേ? അമ്മേ, എന്താ അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല അല്ലേ? രാവിലെ തന്നെ തുടങ്ങി അമ്മേ. എടാ, നിനക്ക് 25 വർഷം പിള്ളേരില്ലാതിരുന്നിട്ട് ഞാൻ അമ്പലങ്ങളൊക്കെ ചുറ്റി പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിയാ ഇത്. നമ്മുടെ കുലദൈവം തന്നെയാ എന്റെ പേരക്കുട്ടിയായിട്ട് പിറന്നത്. നീ അത് ഓർമ്മ വെച്ചോ. ഇയാൾ ഇനി വേണ്ട, എന്റെ മോളെ ഇട്ട് കഷ്ടപ്പെടുത്തുവാ. എന്തിനാ അമ്മേ, എന്തിനാ കരയുന്നേ? വാ അമ്മേ വാ. വിടറാ കയ്യ്. സോറി മാസ്റ്റർ, അമ്മയ്ക്ക് മോളെന്ന് വെച്ചാ ജീവനാ. കുഴപ്പമില്ല സാർ. മോളെ ചെല്ലം, മുത്തശ്ശിയോട് നിനക്കെങ്കിലും പറഞ്ഞൂടെ? എവിടെ മുത്തശ്ശിയല്ലേ ട്രെയിൻ പോലെ ടക്കടക്കാന്ന് പോയിക്കൊണ്ടേയിരിക്കല്ലേ. അതേടി, അച്ഛൻ അമ്മ മോള് എല്ലാരും പൊന്നയക്കോ. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നേ? അമ്മേ, എത്ര പേര് ചേർന്നാലും അമ്മയോട് ജയിക്കാൻ പറ്റുമോ? എന്താടാ, ഞാൻ വായാടിക്കോതെയാണെന്നാണോ നീ പറയുന്നേ? അതെ, ഇനി ഞാനും കൂടെ പറയണത്. നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. എന്തോന്ന്? അമ്മേ, അമ്മയുടെ കൊച്ചുമോളുടെ മെത്തൊരു പൊടി വീണാ പോലും നാട് ഇളക്കി മറിക്കില്ലേ? വാ അമ്മേ. ആ വാ അമ്മേ. മാസം നിക്ക് മാസം. വാ മോളെ. ഒന്നൂടെ വേണമെന്ന് പറഞ്ഞല്ലേ? കേട്ടോ നിങ്ങള്? അന്നേരം ഒന്ന് മതിയെന്ന് പറഞ്ഞു. അതെ അമ്മേ, മക്കളെ ഏൽപ്പിക്കുന്നത് പാവം മേടിക്കുന്ന പോലെയാണോ? വേണമെങ്കിൽ ഒരു പാവം വാങ്ങിച്ചു തരാം. അമ്മയുടെ ചെല്ലം പോലെ നോക്കിയോ. വാ അമ്മേ. കൈയ്യട്രാ. നിന്റെ ഈ കളിയാക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഉണ്ണാതെയും കുടിക്കാതെയും എത്ര വർഷം ഞാൻ വ്രതം നോറ്റു. ഈ വയസ്സാം കാലത്ത് ഒരു കുട്ടിയെ പെറ്റിട്ട് ഓപ്പറേഷൻ ചെയ്തു വന്ന് നിൽക്കുക. ഓപ്പറേഷൻ വേണമെന്ന് ഞാനാണോ പറഞ്ഞത്? ദാ നിൽക്കുന്നു, മോനോട് ചോദിക്കും. ഇനി പ്രസവിക്കില്ലല്ലോ. എടി, ആകെയുള്ള ഒരു കൊച്ചിനെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ച് വളർത്തണം. നിങ്ങളാണെങ്കിൽ ട്രെയിനിങ് മാസ്റ്റർ കീസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൊച്ചിനെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ആ ശരി, വാ അമ്മേ വാ അമ്മേ. ഇരിക്ക് വാ അമ്മേ. അമ്മേ, തമാശ പറഞ്ഞല്ലേ? ഇരിക്കമ്മേ ഇരിക്കമ്മേ. ഇരിക്കാൻ എന്തിനാ മസിൽ കൊടുത്തം? സഹിച്ചല്ലേ പറ്റൂ. ലതേ, പ്ലേറ്റ് അവിടെ വെച്ചിട്ട് നീ ഇരിക്ക്. ഇങ്ങോട്ടിരിക്കെ. നീ എന്താ പറയാൻ പോണേ? അമ്മയുടെ ഈ മകൻ DGPയാ. കേരളം മുഴുവൻ ഞാൻ വേണം സംരക്ഷണം കൊടുക്കാൻ. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എപ്പോഴും കൈക്കുഞ്ഞിനെ പോലെ 2 മെഷീൻ ഗൺ എടുത്തുകൊണ്ട് 2 പോലീസുകാർ എന്റെ കൂടെ കാവലി വരാറുണ്ട്. എന്തിനാ? എന്റെ അമ്മ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അമ്മയ്ക്കും റിസ്കാ. അതെന്താടാ? എന്താന്ന് വെച്ചാൽ ടെററിസ്റ്റ് ആമേ. എന്ന് വെച്ചാ ഭീകരവാദികള്, തീവ്രവാദികള് ടിവിയിലൊക്കെ കാണാറില്ലേ അമ്മേ? ഈ വലിയ ഓഫീസർമാരെ, രാഷ്ട്രീയക്കാരെ. അവരെ മാത്രാണോ? അവരുടെ കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ പ്രതികാരം ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനും വേണ്ടി നടക്കല്ലേ? അമ്മേ, നമ്മുടെ കൈരളിച്ചല്ലോ ആരാ? പറയാമേ, ആരാ? കേരള DGPയുടെ മകളാ. അതും ഇന്ത്യയുടെ ദേശീയ ബാലികയാ. മനുഷ്യ കമ്പ്യൂട്ടർ. അതുകൊണ്ട് തന്നെ നാട് മുഴുവൻ അറിയാം. അപ്പൊ ചെല്ലത്തിനും തീവ്രവാദി ഭീഷണിയില്ലേ? എടാ, അതിനാ മാസ്റ്റർ ഇതും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ചോദിക്ക. ഇങ്ങനെ എങ്ങാനും നമ്മുടെ കൈരളി ചെല്ലത്തിന് ടെററിസ്റ്റ് തട്ടിക്കൊണ്ടുപോക്ക് അങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണമെന്നൊക്കെ ആ മാസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമേ. അത് മാത്രമല്ല, കരാട്ടെ, മെഡിക്കൽ, പിന്നെ മെക്കാനിസം എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. എന്തിന്? തോക്ക്, കുഴിബോംബ്, ഇങ്ങനെയുള്ളത് എല്ലാം ഓരോന്നേ പറഞ്ഞു കൊടുത്ത് നല്ല ധൈര്യശാലിയാക്കും അമ്മേ. ഏത് സാഹചര്യം നേരിടണ്ടേ? അപ്പൊ ട്രെയിനിങ്ങിന് വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോ മോള് കരഞ്ഞൊന്നും വരാം. ലതേ, കൈരളി ചെലത്തിന്റെ സ്കൂൾ ബാഗ് എടുത്തേ. കണ്ടില്ലേ, മാസ്റ്റർ ചെല്ലത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. പുറത്തുനിന്ന് നോക്കിയ സാധാരണ സ്കൂൾ ബാഗാ. പക്ഷെ ഉള്ളില് ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചെറിയ ഐറ്റംസ് ഒളിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഇരിക്കാമേ, അവരെ ഫ്രണ്ടാക്കി തരാം. പൊന്നുമോനെ, നീ അവനും ചേർന്ന് കൂത്താടിയാ മതി. ഇനി എനിക്ക് അവന്റെ മുഖമേ കാണണ്ട. മഹാഭാവി എന്റെ മോളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നിരിക്കുക. അവൻ ഒരിക്കലും നന്നാവില്ല. പറയുമ്പോഴേക്കും പോയാണ്ടില്ലേ? ശരി, നിങ്ങളുടെ അമ്മ എപ്പോഴാ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുള്ളേ? അവരെ വിട്ടേക്ക്. ചേട്ടാ, നിങ്ങൾക്ക് ആ മാഷിന് എന്തെങ്കിലും ശമ്പളം കൊടുക്കാൻ പാടില്ലേ? എത്ര കാലത്തേക്കാ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നേ? അല്ല, അദ്ദേഹം ശമ്പളത്തിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നെന്ന് വിചാരിച്ചോ? അല്ലാതെ സർവീസാ. റിസ്ക് ഉള്ള പോലീസ് ഫാമിലിക്ക് വേണ്ടി ലൈഫ് സമർപ്പിച്ച ആളാ. അദ്ദേഹം ആരാന്നറിയോ നിനക്ക്? റിട്ടയർഡ് പോലീസ് ഓഫീസർ. ഓ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് പോലീസ് ഓഫീസർ. ഇദ്ദേഹം എൻകൗണ്ടർ തങ്കദുരൈ, റൌഡികളെ തുടച്ചു നീക്കിയാൾ. ഒട്ടുമിക്ക പോലീസുകാരും ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാ സല്യൂട്ട് അടിക്കും. എന്തിന്? ഞാൻ പോലും അടിക്കും. എന്തുകൊണ്ടെന്നറിയോ? ഗുണ്ടകളെ എൻകൗണ്ടറിൽ ഷൂട്ട് ചെയ്ത ആളല്ലേ? ഹീറോ അല്ലേ?
എന്താ ഏട്ടാ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? കുറച്ച് റൗഡികൾ ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇല്ലാതാക്കി. വൈഫ്, അമ്മ, അച്ഛൻ, ചെറിയൊരു മോൻ, ചെറിയ മോൻ. കുടുംബത്തിൽ ഒരാൾ പോലും ഇല്ല, ഒറ്റയ്ക്കായി പോയി. സാർ, സാർ, എനി പ്രോബ്ലം? അല്ല മാസ്റ്റർ, നിങ്ങളുടെ മോൻ, നിങ്ങളുടെ അമ്മ ഇപ്പോഴാ ചേട്ടൻ എന്നോട് പറയുന്നത്. വലിയ സങ്കടമായിപ്പോയി മാസ്റ്റർ. എന്താ ചെയ്യാ മാഡം, ഞാൻ വെറും ജോലിക്കാരൻ. ഗവൺമെന്റ് ആണെങ്കിൽ ഗുണ്ടാ ലിസ്റ്റ് ഇറക്കി അവരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയാൻ പറഞ്ഞു. ഞാൻ കൊന്നുകളഞ്ഞു. അവർക്ക് ഗവൺമെന്റിനോട് പ്രതികരിക്കാമായിരുന്നു, ഇല്ലേ എന്നോട് പ്രതികരിക്കാമായിരുന്നു. ഒന്നും അറിയാത്ത എന്റെ ഭാര്യ, മകൻ, എന്റെ അച്ഛനും അമ്മയും, അവർക്കാണെ 70-80 വയസ്സുണ്ട്. എന്റെ തെറ്റാ. ഞാൻ എന്റെ കുടുംബത്തെ നല്ലോണം ശ്രദ്ധിച്ചില്ല. ഇനി മുതൽ പോലീസ് ഫാമിലി ജാഗ്രതയായിരിക്കണം. ടെററിസ്റ്റുകളുടെയും ഗുണ്ടകളുടെയും ഭീഷണികളെ ചെറുക്കണം. അതിനുവേണ്ടിയാ എന്റെ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി എനിക്കറിയാവുന്ന ട്രെയിനിങ്. മാസ്റ്റർ, യെസ് സാർ. റിയലി യു ആർ ഗ്രേറ്റ്. താങ്ക് യു. നിങ്ങളെപ്പോലെ എത്ര പേരാ രാജ്യത്തിന് വേണ്ടി വേദന അനുഭവിച്ചിട്ടുള്ളത്? വേദന എവിടെയില്ലാത്ത സാറേ, എല്ലാ പ്രശ്നത്തിലും വേദനയുണ്ട്. ആ വേദന സഹിക്കണം, അത് കഴിഞ്ഞേ നല്ലത് നടക്കൂ. കേട്ടില്ലേ കൈരളിച്ചെല്ലാം? കാത് പൊട്ടണ പോലത്തെ ഇടി, കണ്ണടിച്ചു പോകുന്ന മിന്നൽ, അത് കഴിഞ്ഞല്ലേ മഴ. മഴ പെയ്താലല്ലേ നാട്ടിൽ വെള്ളം ഉണ്ടാകൂ. സോ ഓരോ കാര്യത്തിനു മുമ്പും വലിയ പ്രശ്നങ്ങളും വേദന ഉണ്ടാവും. അത് തരണം ചെയ്താ ആ വേദന ഞാൻ സഹിക്കും മാസ്റ്റർ. ഗുഡ്. നിന്നെ ആർക്കും ഏത് കൊമ്പനും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയം വിജയം. ഒരു അച്ഛൻ, സമർത്ഥനായ ഒരു മാസ്റ്റർ, ഇവരിൽ നിന്ന് ഒരു ടെക്നോളജിയും ഇല്ലാതെ, സാമ്പത്തിക ശേഷിയില്ലാതെ ഈ സംഘടന ഈ കുഞ്ഞിനെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകും? മാമ്പഴം, മാമ്പഴം, നല്ല മാമ്പഴം സാറേ. സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, യങ് സ്റ്റാർ, ഓൾഡ് സ്റ്റാർ, എല്ലാ സ്റ്റാറും എന്റെ കസ്റ്റമറാ. വാ സാറേ. സ്വാമി ദിവ്യാനന്ദയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയാൾ എന്റെ കയ്യിൽ നിന്ന് മാമ്പഴം വാങ്ങി തിന്നിട്ടാ ഇന്നും നല്ല ഉശിരോടെ ഇരിക്കുന്നത്. എന്ത് കളിയാ കളിക്കുന്നതെന്ന് അറിയാവോ? വരൂ. എടോ പഴക്കാരാ, താൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. താൻ പറയുന്നത് കേട്ടിട്ട് എന്റെ വായിൽ വെള്ളം വരിക. എനിക്ക് ഒരു 5 കിലോ എടുത്തോ, പൈസ നാളെ കൊണ്ടുതരാം. അത് മാത്രം വേണ്ടപ്പോ തനിക്ക് നല്ല നമസ്കാരം. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചിട്ടാ മരിച്ചത്. എന്ത് സത്യ? ആർക്ക് വേണമെങ്കിലും കടം കൊടുത്തോ, പക്ഷെ കാക്കയിട്ട വർഗത്തിന് മാത്രം കടം കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞത്. അല്ല വീരസ്വാമി, മാമ്പഴക്കാരന്റെ വേഷത്തില് പ്ലാൻ ചെയ്ത് ജോലി തുടങ്ങിയല്ലേ? ഇയാൾ ആരാണെന്ന് പോലും അറിയാതെ ഈ പാറാവ് പോലീസ് മാമ്പഴത്തിന് കൊതിവിടുന്നത് നോക്ക്. അതെന്താണോ തന്റെ അച്ഛന്റെ പോലീസുകാരോട് ഇത്ര കണ്ട് ദേഷ്യം? എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നാളെ തരാന്ന് പറഞ്ഞൊരു പോലീസുകാരൻ മാമ്പഴം കടം മേടിച്ചോണ്ട് പോയി. ശരി, എന്റെ അച്ഛൻ ആ പൈസ കിട്ടാൻ വേണ്ടി നായെ പോലെ പുറകെ നടന്നു. പോലീസ് അപ്പം പൈസ കൊണ്ട് വന്നേയില്ലേ? വന്നായിരുന്നു, കൈവലങ്ങോടെ. മാമ്പഴത്തിനുള്ളിൽ ഓട്ടയിട്ട് കഞ്ചാവ് വിൽക്കണമെന്നും പറഞ്ഞ് കള്ളക്കേസിട്ട് അകത്താക്കി. വല്ല ആവശ്യമുണ്ടോ? വേണേ നിങ്ങൾക്ക് പകുതി വിലക്ക് തരാം, പക്ഷെ ഈ കടത്തിന്റെ ഏർപ്പാട് വേണ്ട സാറേ. അതെന്താ സാറേ? DGP സാറിന്റെ വീട്ടിൽ എന്തോ പുകഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അതാ മുത്തശ്ശിയാ. ആ, നമ്മുടെ DGP ഇല്ലേ? അതെ, അദ്ദേഹത്തിന്റെ അമ്മയോ? ശരി. അവരുടെ കൊച്ചുമോള് കൈരളിച്ചലുണ്ടല്ലോ. അതെ. മോക്ക് തീവ്രവാദികളെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടേ യാഗപൂജ ചെയ്തോണ്ടിരിക്കുക. യാഗപൂജ ചെയ്താ വരില്ല പോലും. വരില്ല, പക്ഷേ വരും. ഹലോ. ശരിടാ ചെല്ലം, ഇപ്പൊ വരാൻ പറയാം. ലതാ, എന്തേട്ടാ? ലതാ, എന്തേട്ടാ? ചെല്ലം സ്കൂളിൽ വെയിറ്റ് ചെയ്യാന്ന്. ഡ്രൈവറെ വിട്. ശരി ഏട്ടാ. ഡ്രൈവർ, ഡ്രൈവർ, മോള് സ്കൂളിൽ വെയിറ്റ് ചെയ്യാ, പെട്ടെന്ന് ചെല്ല്. ഇത് ഇറങ്ങുമോ മേഡം?
സൗന്ദര്യ കാറ് പുറപ്പെട്ടു. സ്കൂളിലേക്കാന്നാ തോന്നുന്നേ. ആ ഇവിടെ എല്ലാം റെഡിയാ. ഇപ്പൊ റോഡിനറ്റത്തെത്തി. റോഡിന്റെ അറ്റം കഴിഞ്ഞു. ആ കണ്ടു കണ്ടു, കാറ് വരുന്നുണ്ട്. ആ പറഞ്ഞോ. സഖാവ് മൂർത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. റെഡി സഖാവേ, ഞാൻ റെഡിയാ. 5 4 റെഡിയല്ലേ മൂർത്തി? ഓക്കെ. 3 2 1. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നേ? പോലീസ് എന്നുള്ളതിന്റെ അഹന്തയാണോ? എല്ലാവരും മനുഷ്യരായിട്ട് കാണാം. നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ. നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? ഹലോ സഖാവേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ വിജയകരമായി കാർ നിർത്തിച്ചു. നിങ്ങൾ പുറപ്പെട്ടോ? 10 മിനിറ്റത്തേക്ക് അവന് വിടരുത്. 10 മിനിറ്റോ? 15 മിനിറ്റ് വരെ അവിടെ തടഞ്ഞു വെക്കാം. നിങ്ങൾ വെക്കൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എപ്പോഴും 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 വിജയം. ചാരു, എന്റെ കാറ് വന്നിട്ടുണ്ട്. ചോക്ലേറ്റും ബലൂണും എന്റെ ബാഗിലാ ഉള്ളേ. നാളെ കൊണ്ടുവരാം. ഓക്കെ ഡി. സഖാവേ വേഗം. നന്നായിട്ട് ഉണപ്പിക്കാം. കാല് കുറച്ച് നീട്ടി വെച്ചേ. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സഖാവേ ഇനി എന്താ ചെയ്യണ്ടേ? കൊണ്ടുപോ അവളെ, കൊണ്ടുപോ. ശരി സഖാവേ. ഓ കോള്. സൗന്ദർ. സഖാവേ പറ സഖാവേ. വിജയം, മികച്ച അത്ഭുതകരമായ വിജയം. ഓ വാ സഖാവേ. എന്ത് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിൽ നിന്റെ പങ്കാ കൂടുതലും. ആദ്യ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് അവിടുന്ന് മാറാൻ നോക്ക്. മറക്കാതെ ആ കാറിന്റെ ഗ്ലാസ്സില് നമ്മുടെ നിബന്ധനാ പത്രിക ഒട്ടിക്ക്. ഇപ്പൊ തന്നെ ഒട്ടിക്കാൻ സഖാവേ. കാലങ്ങാനും ഫ്രാക്ചർ ആയിട്ടുണ്ടാവും. സമയം കളയാതെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. ഡ്രൈവർ നിങ്ങൾ വെക്കോ. ആ ഓക്കെ സാർ, താങ്ക് യു. ഇനിയെങ്കിലും നോക്കി വരണം സാർ. പോയ വേണ്ടി തിരിച്ചു വരുന്നുണ്ടല്ലോ. കുട്ടി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? ഓവർ ട്രാഫിക് ലേറ്റായി. മാഡം ചെല്ലെവിടെ? നിങ്ങൾ എന്താ കളിയാക്കാണോ? 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ തന്നെയല്ലേ വന്ന് വിളിച്ചോണ്ട് പോയത്? ഞാനിപ്പോഴാ വന്നേ. ഇതേ കാർ ഇതേ നമ്പർ ഞാൻ എത്ര നാളായിട്ട് കാണുന്ന. ഞാനെന്താ കണ്ണോട്ടിയാണോ? നിങ്ങളുടെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇതേ കാറാണോ വന്നേ? ഇതേ നമ്പറിൽ ഇതേ കാറിൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയത്? ടീച്ചറമ്മേ ഇതൊന്ന് നോക്കിയേ. ചില്ലിൽ എന്തോ പേപ്പർ ഒട്ടിച്ചിരിക്കുക. നോക്കിക്കേ, വന്ന് നോക്കിയേ. എന്താ എന്താണ് നോക്കിയേ? ഇതാ. അയ്യോ, കൈരളി ചെല്ലം തട്ടിക്കൊണ്ടു പോകൽ ഉത്തരവാദിത്വം ഏൽക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 25 വർഷമായി തടവിൽ കഴിയുന്ന ഞങ്ങളുടെ സഖാക്കളായ ശ്രീ ജന എന്ന ജനാർദ്ദനൻ, ശ്രീ വരദൻ എന്ന 2 പേരെയും 2 ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് നിരുപാധികം വിട്ടയക്കേണ്ടതാണ്. വിട്ടയക്കാത്ത പക്ഷം കൈരളി ചെല്ലത്തിന്റെ ജീവൻ അപകടത്തിലാകും. സർക്കാരിന്റെ തീരുമാനങ്ങൾ ദിവസവും പത്രത്തിലൂടെ അറിയിക്കേണ്ടതാണ്. പാവങ്ങളുടെ മുന്നണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ദേശീയ ബാലികയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള DGP
ദയാളൻ അവറകളുടെ മകൾ കൈരളി ചെല്ലം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തീവ്രവാദ സംഘടനയായ പാവങ്ങളുടെ മുന്നണി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കൈരളി ചെല്ലം താൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും ചില അപരിചിതരാൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായി സൂചന ലഭിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതാക്കിയ പാവങ്ങളുടെ മുന്നണി എന്ന സംഘടന ഈ കിഡ്നാപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ജയിലിലുള്ള ജന, വരദൻ ഈ 2 പേരെയും 3 ദിവസത്തിനുള്ളിൽ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അല്ലാത്ത പക്ഷം DGPയുടെ മകൾ കൈരളി ചെല്ലത്തിന്റെ ജീവൻ അപകടത്തിലാകുമെന്നും ഭീഷണിയുണ്ട്. കൈരളി ചെല്ലത്തെ കിഡ്നാപ്പ് ചെയ്തിട്ട് 3 മണിക്കൂറായിരിക്കുന്നു. കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികളിലെല്ലാം ചെക്കിംഗ് സ്ട്രോങ് ആക്കി. കിഡ്നാപ്പ് ചെയ്തവര് കേരളം വിട്ടു പോകാൻ ഒരു വഴിയില്ല. വെള്ള സ്കോർപിയോ കാർ ഉടമകളെ എല്ലാം ചോദ്യം ചെയ്ത് വരികയാണിപ്പോ. മെയിൻ റോഡ് മാത്രമല്ല, ഇടവഴികളിൽ പോലും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പോലീസുകാർ വീട് വീടാന്തരം ഡോർ ബൈ ഡോർ അന്വേഷണം ഊർജിതമാക്കി. അന്വേഷിക്ക് നന്നായിട്ട് അന്വേഷിക്ക്. അവസാനം വിരല് ചപ്പേണ്ടി വരും. അതും കഴുകുന്ന കയ്യിലെ വരല്. ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്നാണോ വിചാരം? സഖാവേ, ഓരോ ഇടവഴിയിലും പോലീസിന്റെ സൈറന. പെട്ടെന്ന് കുട്ടിയെടുത്തിട്ട് കാട്ടിൽ കയറണം. സൗന്ദർ, എല്ലാം പക്കയായിട്ട് റെഡിയാക്കിയല്ലോ അല്ലേ? 3-2 ഒരു പെണ്ണ്. ഇവിടുന്ന് നേര്യമംഗലം കാട്ടിലെത്തണം. 4 മണിക്കൂറെങ്കിലും എടുക്കും. അതിനിടയിൽ അതിന് വല്ലതും പറ്റിയാലോ? ഉള്ളില് ചെയറ്, ഫാന് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല AC പോന്ന പോലെ ഉണ്ടാവും. ഉഗ്രൻ ഐഡിയ. കുട്ടിയാന വണ്ടിയില് നടുക്ക് പെട്ടി വെച്ചിട്ട് ചുറ്റിനും മരപ്പട്ടിക അടുക്കി വെച്ചിട്ടുണ്ട്. എത്ര സമർത്ഥനായ പോലീസായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ത്യാഗ് വണ്ടി എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കൊള്ളാം. അങ്ങനെയാണോ? വെരി ഗുഡ്. നമ്മുടെ ദേശീയ ബാലിക കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളെന്താ ഈ പറയുന്നേ? ഐ ആം കൈരളി ചെല്ലം, ഡോട്ടർ ഓഫ് DGP എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൈ കൊടുത്തോണ്ട് നടക്കുക. ഇനി ഞാൻ കൈ കൊടുക്കാൻ പോകുന്നത് കണ്ടോ? സഖാവേ, നമ്മളെ ശരിക്കും മനസ്സിലായിട്ടില്ല. എടി കൊച്ചേ, ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ. അവളെ നോട്ടം കണ്ടില്ലേ? കണ്ണ് 2 കുത്തി പൊട്ടിക്കും ഞാൻ. ദാ നോക്ക് സഖാവേ, തട്ടിക്കൊണ്ടുവന്ന കൊച്ചിനെ പോലെ ഇരിക്കുന്നേ. വിരുന്ന് വന്ന പോലെ ചിരിച്ചോണ്ടിരിക്കുക. സഖാവ് പറഞ്ഞത് കറക്റ്റാ. വന്നപ്പോ മോല് വലിയ വാചകൊടിയാ. ഹലോ അങ്കിൾ. അങ്കിൾ, ആദ്യം കൈ കൊടുക്ക്. ഐ ആം കൈരളി ചെല്ലം, ഡോട്ടർ ഓഫ് DGP ദയാലൻ. നിങ്ങളോ? ബിണ്ടല്ലേ നീ. ഇതാ അരുൺ, ക്യാപ്റ്റൻ ഓഫ് ദ ടീം. Is it? Glad to meet you, uncle. Come on, uncle. Let's be friends. എന്ത് വെച്ച് സാക്കളെ? ഒരനക്കോ ഇല്ലല്ലോ. എന്താന്ന് നോക്കാം. മോളെ 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 എനിക്ക് മോളെ. അയ്യോ, മോളെ വിടുന്നില്ലല്ലോ. സഖാവെ, അനക്കയില്ലാതെ കിടക്കുകയാണല്ലോ. തിരിച്ചു കിടത്തണോ? മോളും കാണട്ടെ. മോളെ എണീക്ക് മോളെ. മോളെ മോളെ മോളെ. അയ്യോ അയ്യോ, ദേ നോക്കിയേ, നല്ല മുറിവുണ്ടല്ലോ. നല്ല മുറിവാ, ഒരുപാട് ചോരയും വരുന്നുണ്ട്. സഖാവേ, എന്താ ചെയ്യാ? നെറ്റില് വലിയ മുറിവാ സഖാവേ. എണീക്ക് മോളെ. സഖാവേ, എനിക്ക് പേടിയാകുന്നു. സൗന്ദര്യ, കുറച്ച് വെള്ളം തളിക്കണോ? വേഗം എടുത്തിട്ട് വാ. അയ്യോ, എന്തു പറ്റിയെന്നറിയില്ല സഖാവേ. എല്ലാം വേസ്റ്റ് ആയെന്ന് തോന്നുന്നു. ചെല്ലോ, എനിക്ക് മോളെ. മോളെ ചെല്ലോ, ചെല്ലോ. ജീവനുണ്ട്, ജീവനുണ്ട്. ഓ, ഒഴിക്കേ. എന്തായാലും രക്ഷപ്പെട്ട്. മോളെ ചെല്ലു തുറക്ക്. ചെല്ലോ. ഞാനെന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചു. ഓ, എന്റെ അമ്മോ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. എണീക്ക് മോളെ, എണീക്ക്. എടാ, കസേര എടുത്തേ. ഇരിക്കെ. കുറച്ച് കാറ്റ് കൊള്ളട്ടെ. എന്റെ സഖാവേ, കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? വല്ലതും പറ്റിയിരുന്നെങ്കിൽ എല്ലാം നാശമായേനെ. ഇതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ ചെയ്യാൻ. അത് വീട്ടുകാരോടോ വെറുതെ. നല്ല അഭിനയാണല്ലോ.
നിന്റെ അപ്പൻ എത്ര പേരുടെ രക്തം കുടിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്റെ അച്ഛന്റെ രക്തം കുടിച്ചില്ലേ? ഈ മോന്തയാണോ ദേശീയ ബാലികയുടെ മോന്ത? ഇത് correct. അവസാനിച്ചൊന്നും വിചാരിക്കണ്ട. ഇനി നിനക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. പട്ടിയെ ചവിട്ടുന്ന പോലെ ചവിട്ടാൻ പോവാ നിന്നെ. അത് വീഡിയോ എടുത്ത് നിന്റെ അച്ഛനയക്കാൻ പോവാ. വേദന സഹിക്കാതെയുള്ള നിന്റെ കരച്ചിൽ കേട്ട് നിന്റെ തന്ത DGP അയ്യോ എന്ന് നിലവിളിക്കണം. സോറി അങ്കിൾ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്റെ ഡാഡി കരയില്ല, ഞാനും കരയില്ല. ഇപ്പൊ എന്നെ വീഴ്ത്തിയില്ലേ, ഞാൻ കരഞ്ഞോ? എന്താ ഇത്? അങ്ങനെയാണോ? വേറെ കഷ്ണം കഷ്ണമാക്കിയാ കരയില്ല? കരയില്ല. ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കുക. കരയില്ലേ? കരയില്ല? കരയില്ല, കരയേയില്ല. കരയില്ല നീ? ഇല്ല, കരയില്ല, കരയേയില്ല. ഒട്ടും കരയില്ല. ഇങ്ങനെ ടോർച്ചർ ചെയ്താലൊന്നും കരയാൻ പാടില്ലെന്ന് എന്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ തെണ്ടി മാസ്റ്റർ എപ്പോഴൊക്കെയാ കരയാൻ പറഞ്ഞേക്കണേ? നല്ല മനുഷ്യൻ മരിച്ചാലും നാടിന് ദുരന്തം വന്നാലും കരയണമെന്ന്. എന്തൊക്കെയാ ഈ കൊച്ചു പറയുന്നത്? കേട്ടില്ലേ അവളുടെ ഒരു വർത്താനം? അതെ അങ്കിൾ, ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മകളാ. അങ്ങനെ സംസാരിക്കൂ. അച്ഛേ, ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ അച്ഛന്റെ പവർ വെച്ച് വാങ്ങി നാട്ടുകാരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാണല്ലേ? ഏയ്, ഞങ്ങളൊക്കെ ആരാന്നറിയോ? അറിയാം, ടെററിസ്റ്റ് അല്ലേ, ഭീകരവാദികള്. ഷട്ട് അപ്പ്. വായ വലിച്ചു കീറി ഞാൻ. മോന്ത കണ്ടില്ലേ? ടെററിസ്റ്റോ? വി ആർ നോ ടെററിസ്റ്റ്, വി ആർ ഐഡിയോളജിസ്റ്റ്. നയരൂപകർത്താക്കൾ. അങ്ങനെ പറ സഖാവേ. രാജ്യത്തെ പരിഷ്കരിക്കാൻ പോകുന്ന തീവ്രവാദികൾ. നാട് പരിഷ്കരിക്കാൻ എന്തിനാ അങ്കിൾ കിഡ്നാപ്പ് ചെയ്യുന്നേ? കണ്ടില്ലേ? ഇലക്ഷനിൽ ജയിച്ചിട്ട് നാട് നന്നാക്ക്. ജയിക്കാൻ സമ്മതിക്കോ ഈ രാഷ്ട്രീയ തെമ്മാടികൾ? അങ്ങനെ പറഞ്ഞുകൊടു. നോട്ടുകൾ ഇറക്കി വോട്ടുകൾ അടിച്ചു മാറ്റല്ലേ? അങ്ങനെ വോട്ട് വിലയ്ക്ക് വാങ്ങുന്ന പിള്ളേരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലാൻ പോവാ. അത് തന്നെ. വോട്ടിന് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നവരെ കൊല്ലുന്നതൊക്കെ ശരി, പക്ഷേ വോട്ടിന് പണം കൊടുക്കുന്നതിനേക്കാൾ വോട്ട് ചെയ്യാൻ വേണ്ടി പണം വാങ്ങുന്നതല്ലേ വലിയ തെറ്റ്. ആദ്യം പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ആളുകളെ ക്ലോസ് ചെയ്യ അങ്കിൾ. സഖാവേ, ഈ കൊച്ചു പറയുന്നത് ശരിയാണല്ലോ. കാശ് വാങ്ങി വോട്ട് ചെയ്യുന്നവരെ നമുക്ക് ആദ്യം അങ്ങ് തട്ടിയ. ഒന്ന് പോടോ, ഈ നായ നേരെ ആവില്ല. ആദ്യം നിങ്ങൾ ചേഞ്ച് ആകൂ അങ്കിൾ, നിയമത്തിന് കീഴിൽ വരൂ. വായ്നാക്ക് കണ്ടില്ലേ? ഒരു നിയമം, ചീഞ്ഞളിഞ്ഞ് നാറിയ ഈ രാജ്യത്തിന്റെ നിയമം. നിന്റെയൊക്കെ നിയമം ഞങ്ങളുടെയൊക്കെ ഇതിന് സമാനാ. ഞങ്ങളിത് ഇപ്പോഴേ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാ. നല്ല ആളുകൾക്ക് നിയമം ഒരു സംരക്ഷണമാണ് അങ്കിൾ, അനുസരിച്ച് ജീവിക്കും. ചീത്ത ആളുകൾ അനുസരിക്കില്ല. ചത്തങ്ങാൻ പോവും, പിന്നെ ചെയ്തൊക്കെ വേസ്റ്റ് ആവും. അവളെ സാമർത്ഥ്യം കണ്ടില്ലേ? നമ്മളെ പൊട്ടന്മാരാക്ക. ഇങ്ങനെ ടെൻഷൻ പിടിച്ചിട്ട് എന്താ കാര്യം? ഈ കൊച്ചിനോട് എന്തിനാ തർക്കിക്കുന്നേ? അവള് തനി വായാടിയെന്നറിയില്ലേ? എല്ലാ മാസ്റ്റർ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. എടോ 303 ചെക്ക് പോസ്റ്റ് ഇട്ടില്ലേ? അരമണിക്കൂർ കൊണ്ട് തീരും സാർ. എടാ ത്യാഗി, അവളെ ക്ലോറോഫോം ഇട്ട് മയക്കാൻ നോക്കണം. ആ കാർ ചെക്ക് ചെയ്യണോ സാറ്? കൈമറ്റ്. എടാ സൗന്ദര്യ, പെട്ടെന്ന് അവളെ കൊണ്ട് പെട്ടിയിൽ വെക്ക്. ചെല്ല്. കൊച്ചിനെ അലമാരി കയറ്റിട്ടേ വണ്ടിയിലേക്ക് കയറ്റി വേഗം. കാട്ടിലെത്തുന്നവരെ ശബ്ദമില്ലാതെ മൈൻ കിടക്കട്ടെ, വേഗം. സഖാവേ, ഇൻസ്പെക്ടർ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് അശ്രദ്ധ കാണിക്കരുത്. ഇത് നീ എന്നോട് പറയാണോ? ഇത് 3 മാസ പ്ലാനാടോ? പോലീസിനെ കൊണ്ട് എന്തിനാ തടിമില് തുറന്നേ? ഇങ്ങനെ ഈസിയായിട്ട് രക്ഷപ്പെടാനാ പോലീസിനെ കയ്യിലെടുത്തേ? അതെ, ഇൻസ്പെക്ടറുമായിട്ട് കമ്പനിയാകാനേ കുറച്ചെങ്ങാനോ ആണ് ഒഴിച്ചു കൊടുത്ത് മാമാപ്പടി ചെയ്തു. ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞല്ലേ സഖാവേ. ഇൻസ്പെക്ടർ ഉള്ളപ്പോ തന്നെ നമുക്ക് കുട്ടിയായിട്ട് എസ്കേപ്പ് ആകണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നവും. ആ കഥ തന്നെ മുഖം ആകെ വല്ലാണ്ടായിട്ടിരിക്കുക. ആദ്യം ഒന്ന് തുടക്കേ. തന്റെ ഒരു കാര്യം ഇങ്ങനെ പോവാണ്ട് ഇങ്ങനെ പോ. പൊക്കോ. വരൂ സാർ, വരൂ. എന്താ ടെൻഷൻ ഉണ്ടോ? അതൊന്നും പറയണ്ട. ഒരു 2 ദിവസത്തേക്ക് ഈ യൂണിഫോം ഒക്കെ വരച്ചെറിഞ്ഞിട്ട് ഇതുപോലെ ജീൻസ് പാന്റ് റേബൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തരുന്ന ഫോറിൻ സാധനത്തിന് 2 ലാർജ് അടിച്ചിട്ടൊന്ന് മൂടാകാന്ന് വിചാരിച്ചപ്പോ DGPയുടെ മോളെ കാണാനല്ല, ലീവ് ഇല്ലാണ്ടായില്ലേ? അത് പറയാതിരിക്കുന്നത് നല്ലത്. തലവേദനയാ. എടോ, ഒരു വണ്ടി ഒഴിവാക്കാൻ തലയൊന്ന് അകത്തേക്കിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. നാളെ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരരുത്. ഏയ് നിർത്തോ. നീങ്ങരുത്, നോക്കട്ടെ. ശരിക്കും നോക്കടോ. എന്ത് ശരിക്കും നോക്കാൻ? വണ്ടി ഇതിലിപ്പോ എന്ത് കൊണ്ടുപോവാനാ? എടാ മോനെ, സാറിന് ആ വലിയ ബോക്സും പോലീസുകാർക്ക് 2 ചെറിയ ബോക്സും കാറിൽ എടുത്തോണ്ട് വയ്ക്ക്.
ശ്രദ്ധിച്ചു പോടോ. ഫോറിൻ സാധന എന്ത് വിലയെന്നറിയോ? ചേട്ടാ സമയായി, ഇറങ്ങിക്കോട്ടെ. പാർട്ടി വിളിക്കുന്നുണ്ട്. അയ്യോ മറന്നുപോയല്ലോ. ചെന്ന് വണ്ടി എടുത്തിട്ട് പോ. എടോ നിക്കണോ, വണ്ടി അവര് ചെക്ക് ചെയ്യട്ടെ, മാറി വെക്ക്. എന്തിനാടോ നമ്മുടെ വണ്ടി എന്തിനാ ഇപ്പൊ ചെക്ക് ചെയ്യുന്നേ? എടോ 302 ആ ഇൻവോയ്സ് വാങ്ങി ചെക്ക് പോസ്റ്റില് സീൽ അടിച്ചു കൊടുത്തു വിടറു. നമ്മളെ വണ്ടി തന്നെയാ, നന്നായിട്ട് ചെക്ക് ചെയ്താ സീൽ വെച്ചോളൂ. ഓക്കെ സാർ. നമസ്കാരം സാർ. താങ്ക്സ്. അനിയ, കേരളത്തിൽ എവിടെ ചെക്കിങ്ങിന് പിടിച്ചാലും ആ സീല് വെച്ച റെസീറ്റ് കാണിക്കേ. ഒരുത്തിനും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. വിട്ടോ വിട്ടോ എന്ന് കേട്ട് പോയിക്കൊണ്ടേയിരിക്കാം. എന്നാ ശരി നേതാവേ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ കാണാം. നിങ്ങൾ കൊടുത്ത സാധനം വിളിക്കുന്നു, അകത്താക്കണ്ടേ? എന്താ ഇത്? അകത്തൊരു പെട്ടി കാണുന്നുണ്ടല്ലോ. ആരാ ഡ്രൈവർ? ഇറങ്ങി വാ. അയാളാണോ മാസ്റ്റർ? അതെ, അയാളാ. ഇത് എൻകൗണ്ടർ തങ്കതുരയാ. അയാൾ ഒരു പഴുതും തരില്ല. ഭയങ്കര കില്ലാടി അയാള്. കേട്ടൂടെ? സാറേ വരുന്നു സാറേ. നമസ്കാരം സാറേ. നമസ്കാരം. എങ്ങോട്ടാടാ പോകുന്നേ? കട്ടപ്പനയ്ക്ക്. എന്തായി പെട്ടിയില്? കാലിപ്പെട്ടി സാറേ. ഇറക്ക്. ഇറക്കാനല്ലേ പറഞ്ഞേ? ഇറക്കണോ? പോക്ക. നമ്മുടെ കാര്യം പോക്കാണ് കേട്ടാ. സാറേ ഇപ്പൊ ഇൻസ്പെക്ടർ എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് സീൽ വെച്ച് തന്നേ ഉള്ളൂ. നോക്കൂ സാർ. എന്താ ഇൻസ്പെക്ടർ, ഇറക്കി ചെക്ക് ചെയ്തോ? സാർ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വിട്ടാണ് സാർ. പൊക്കോളാൻ പറ. പൊയ്ക്കോ. ശത്രുവിന്റെ കൂടെ ദ്രോഹികളും കൈകോർത്താൽ നീതി പോലും തുലാസിലാടുക തന്നെ ചെയ്യും. സ്വന്തം പിതാവിന്റെ മുന്നിലൂടെ ഈ ദേശീയ പുഷ്പത്തെ പറിച്ചെടുത്തില്ലേ? ആ ബാഗിങ് കൊണ്ട് തൂക്കാൻ കുരുക്കുടു പോലെ കൂൾ ബാഗ് വലിച്ചെറി. വാ. ഏയ് പറഞ്ഞ കേക്ക്. കല്ലെടുത്ത് തലക്കെട്ട് ഒരൊറ്റ അടി, കീന്നൊരു സൗണ്ട്, അതോടെ നിന്റെ കഥ കഴിയും. എന്താ, എന്തു പറ്റി? ബ്രഷ് ഉണ്ടെങ്കിലേ പല്ല് തേക്കുന്ന ഒരു വാശി. ശരി, ഇന്നാന്ന് കാട്ടു ബ്രഷ് എന്ന് പറഞ്ഞ് വേര് ചതച്ചു കൊടുത്തു. പിന്നെന്താ? ടോയ്ലറ്റ് ഉണ്ടെങ്കിലേ വെളിക്ക് പോകുന്നു വാശിയില്ല. ഞാൻ അവിടെ പറഞ്ഞ പളങ്ക് ടോയ്ലറ്റിന്. എന്താ നീ പ്രശ്നം ഉണ്ടാക്കുവാണോ? ഇത്രയും വലിയ കാട്ടിലോട്ട് പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ടോയ്ലറ്റ് അത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്ക. നിനക്കൊക്കെ അരുണേ പറ്റുള്ളൂ. അവൻ വന്ന എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? കാട്ടുപന്നിയും കരടിയും പുലിയൊക്കെ ടോയ്ലറ്റിലാണോ വിളിക്കിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാ പോന്നേ? വാ, അവിടെ പോയിട്ട് വാ. കഴുകാൻ വെള്ളമൊന്നുമില്ല. വെള്ളത്തിന് താഴെ തോട്ടിലേക്ക് പോണം. 2 മണിക്കൂറാവും. ഇവിടൊക്കെ ഇംഗ്ലീഷുകാരെ പോലെ. അവിടെ അവൻ പേപ്പർ കൊണ്ട് ഉടയ്ക്കും. ഇവിടെ പേപ്പറിന് പകരം ഇലയാ. വൃത്തികേട്. എനിക്ക് ടോയ്ലറ്റ് വേണം. അങ്ങനെ പറഞ്ഞ് നിന്നോ, തന്നെ വെക്കോളൂ. പേടിപ്പിക്കണ്ട സഖാവേ, ചെറിയ കുട്ടിയല്ലേ, പറയേണ്ട പോലെ പറഞ്ഞ അനുസരിക്കുമല്ലോ. നോക്കിയ കരളിച്ചെല്ലം, മോളുടെ അച്ഛൻ, മോളുടെ അച്ഛന്റെ ഗവൺമെന്റ്, ഈ ഇന്ത്യ, ഞങ്ങൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. ഈ ജനഗണമനാധിനായകൊന്നും ഞങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ ആന്തോ ഇതാ, എങ്ങും എങ്ങും വിജയം തന്നെ. മോളെപ്പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ മോളുടെ പേര് കൈരളിച്ചെല്ലം. എന്തു മനോഹരമായ മലയാളത്തനിമയുള്ള പേരാ. ഇത്ര മനോഹരമായ മലയാളത്തനിമയുള്ള പേരിട്ട മോളുടെ അച്ഛനും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. ഓക്കെ, വാ ഇരിക്ക്. ശരി അങ്കിൾ. ഇത് കാടല്ലേ, മോളെ തട്ടിക്കൊണ്ടു വന്നിരിക്കും കൂടിയല്ലേ. ഇവിടെ മോള് ചോദിക്കുന്നതൊക്കെ എങ്ങനെ കിട്ടാനാ? അല്ല,
മോള് വലിയ ബുദ്ധിശാലിയല്ലേ? അവാർഡൊക്കെ കിട്ടിയതല്ലേ? അല്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? സഖാക്കളെ, ഇവിടെ അച്ഛൻ ഭരണകക്ഷിക്ക് ജിങ്ക് ജിങ്ക് എന്ന് കൈമണി അടിച്ചിട്ടുണ്ടാവും. അതാ അവരുടെ അടുത്ത് കൈയോടെ കൊടുത്തത്. അങ്ങനെയൊന്നുമില്ല. ഓൾ സ്റ്റേറ്റ്സ് ഇൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വരും. അങ്കിൾ ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിക്കും. റിട്ടൺ ടെസ്റ്റും വെക്കാറുണ്ട്. അങ്ങനെയാണോ? എന്നാ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറ, കേക്കട്ടെ. ഈ നല്ല അങ്കിൾ ചോദിച്ചാലേ മറുപടി പറയൂ. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ചോദിക്കാം. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തലക്കിട്ട് ഒരൊറ്റ അടി കോഴക്കട്ട പോലെ വീങ്ങും. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാ കൈ തട്ടി കവിളത്തൊരു ഉമ്മ തരും. തിരുക്കുറളിലെ 306-ാമത്തെ ശ്ലോകം ഏതാ? കോപം ഒരുവനെ മാത്രമല്ല അവനോടൊപ്പം ഉള്ളവരെ നശിപ്പിക്കും. വെറുതെ അങ്ങനെ പറഞ്ഞ പോരാ, അതിന് അർത്ഥം പറ. ദേഷ്യം എന്നത് തീ പോലെയാണ്. അത് അവനെയും കൊല്ലും, അത് അവനെ ചുറ്റുമുള്ളവരെയും കൊല്ലും. അറിവ് എന്ന് അവസാനിക്കുന്ന ഒരു ശ്ലോകം പറ. നിലത്തിൽ ആഴമേറുമ്പോൾ ജലമൂറി വരുമ്പോൾ അഭ്യാസമേറുമ്പോൾ അറിവുമേറും. ഈ ചെടിയുടെ പേരെന്താ? നാഗമുല്ല. ഇംഗ്ലീഷിലോ? അഗന്താസിയ. ഇതിന്റെ ബൊട്ടാണിക്കൽ പേരെന്താ? റിനാകാന്തസ് റോസ നസൂട്ടസ്. അതിന്റെ ഔഷധ ഗുണം എന്താ? വിഷമരുന്ന്. When dinosaurs die? 6.5 crores years back. Why? Astronauts attacks the earth. What happened after the attack? Tsunami, earthquake, സർവനാശം. 1 million. How many lakhs? 10 lakhs. Billion? 100 crores. 1 ട്രില്യൺ എത്ര കോടിയാ? 1,00,000 കോടി. ഇന്ത്യയിൽ നക്സലിസം തുടങ്ങി വെച്ചത്? കോൺ സന്യാൽ. കേരളത്തിലെ മികച്ച അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് സഖാവ്? EMS. അന്തരിച്ച സ്ഥലം? തൈക്കാട്, തിരുവനന്തപുരം, കേരള. മോളെ മതി മോളെ, ഇതിൽ കൂടുതൽ ചോദ്യം ചോദിക്കാനുള്ള വിവരമൊന്നും ഞങ്ങൾക്കില്ല. എന്തൊരു വിവരമാണ് നിനക്ക്? അവര് മോക്ക് നൽകിയത് ഇന്ത്യൻ ദേശീയ ബാലിക എന്ന അവാർഡാ. ഞങ്ങള് മോക്ക് നൽകാൻ പോകുന്നത് ലോക ബാലിക എന്ന അവാർഡാ. രാംരാജ്, താഴെ ഇറക്കവിടെ. എന്താ നോക്കുന്നേ? ഇറക്കി താഴെ. ഇറക്കാനാ പറഞ്ഞേ. ഇറക്ക്. ഇറക്കാനല്ലേ പറഞ്ഞേ? ഇറക്ക്. താഴെ ഇറക്കണോ? ഇറക്കാനല്ലേ പറഞ്ഞേ? എന്താ അരുൺ? ആ പട്ടീനെ താഴെ ഇറക്ക്. നീയൊക്കെ ഒരു സംഘടനാ പ്രവർത്തകനാണോ? ആ കഥ അറിയോ? അവളുടെ കഥ അറിയോ? അവളുടെ കഥ അറിയോ? അറിയോന്ന്? അറിയോന്ന്? അറിയോ? അറിയോ? സഖാവ് പ്ലീസ്, തോക്ക് താഴെയിട്. തോക്ക് താഴെയിട് സഖാവേ, പറയുന്ന കേക്ക്. സഖാവേ വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ സഖാവേ. സഖാവേ ഒന്ന് സമാധാനിക്ക്. എന്തിനാ എത്ര ടെൻഷൻ? ഈ കുട്ടി കമ്പ്യൂട്ടർ പോലെ ചോദിച്ച ചോദ്യത്തിനൊക്കെ ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് ഉത്തരം പറയായിരുന്നു. അതിനെന്തിനാ ഈ ലക്ഷണം കെട്ട കഴുതേനെ എടുത്തോണ്ട് നടക്കുന്നേ? എന്തിനാ ഇങ്ങനെ കിടന്ന് ആക്രോശിക്കുന്നേ? ഒരു പെൺകുട്ടി, അതും ഒരു ചെറിയ പെൺകുട്ടി, സംഘടനാ സംവിധാനങ്ങളെ കുറിച്ച് നമ്മളെക്കാൾ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവള് നമ്മളെ നേതാവാവുന്നാണോ? എന്തുകൊണ്ടായിക്കൂടാ? ഈ കുട്ടി നമ്മുടെ സംഘടനയിൽ ചേർന്ന ഭാവിയിൽ അതും സംഭവിച്ചേക്കാം. വട്ടനാണോ നീ? വട്ടനാണോ? ജീവൻ പണയം വെച്ച് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിട്ട് അവൾ ആരാന്ന് പറയണോ? സംഘടനയെയും എന്റെ അച്ഛന്റെ ചോര കുടിച്ച രക്തരക്ഷസിന്റെ മകളവള്. അവൾ അനുഭവിക്കുന്ന ഓരോ ദുരിതവും നമ്മുടെ വിജയമാണ്. നിങ്ങളാണെങ്കിൽ അതിനെ കൊഞ്ചിച്ച് കളിപ്പിച്ചോണ്ടിരിക്കുന്നു. ഈ കാട്ടിൽ ഇവള് നിലവിളിക്കുന്ന വീഡിയോ കണ്ടിട്ട് അവളുടെ അപ്പൻ അമ്മ എല്ലാവരും പൊട്ടിക്കരയണം. അങ്കിൾ, ഞാൻ കരയില്ല. എന്റെ ഡാഡിയും കരയില്ല. ഏയ്, നിന്റെ ആട്ടവും പാട്ടും ഇല്ല അവിടെ. ഇത് കാണാ ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ നിയമം. നിന്റെ തലക്കെട്ടൊന്നും തന്നാ നീ വിവരം അറിയും. ത്യാഗു, എടുക്കട വീഡിയോ. ആ ശരി സഖാവേ. 10 വയസ്സിൽ എന്ത് ഡയലോഗ് അടിക്കുന്നത് നോക്ക്. നീ ദേശീയ ബാലിക അല്ലേ? നല്ല ചവിട്ട് കിട്ടുന്ന വീഡിയോ നിന്റെ അച്ഛൻ കാണട്ടെ. വരാനല്ലേ പറഞ്ഞേ? ഏയ്, വരുന്നോ ഇല്ലയോ? അനങ്ങാതങ്ങനെ പാറ പോലെ മിഴിച്ച് നിൽക്കുന്ന കണ്ടില്ല സഖാവേ. പറയും തോറും നീ എടുക്കണ വീഡിയോ. ഞാൻ കരയില്ല. ഞാൻ കരയില്ല. കരയാനല്ലേ പറഞ്ഞേ? ഞാൻ കരയില്ല അങ്കിൾ. കരയാനല്ലേ പറഞ്ഞേ? കരയില്ല നീ? എത്ര അടിച്ചാലും ഞാൻ അങ്ങനെയല്ലേ? കരയില്ല. കാണിച്ചു തരാം. ഞാൻ കരയില്ല. ഏയ്, കഴുത്ത് ഞെരിച്ച് കൊല്ലും. കരയില്ല. ഈ വലിച്ച് എറിയും ഞാൻ. ഓ ചാടി. ഓ ചീത്ത അങ്കിൾ, എന്നാലും ഞാൻ കരയില്ല. ഞാൻ ചീത്ത അങ്കിള് തന്നെയാ. എത്ര വേദനയും ഞാൻ സഹിക്കും. അങ്ങനെയല്ലേ നെഞ്ചിനെ ഒട്ടുന്നുണ്ടോ? ഒന്ന് നിർത്തിയേ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെയാണോ അടിക്കുന്നത്? തെറ്റായത് തെറ്റാണ്.
നമ്മുടെ നിയമം ലംഘിക്കരുത്. മൂത്ത സഖാവ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തു പറഞ്ഞു എന്നാ? ഞാനാ തീരുമാനിക്കുന്നെന്ന് പറഞ്ഞില്ലേ? കേട്ടതല്ലേ നീ? പൊട്ടനാണോടാ നീ? എന്റെ വാക്കാ നിയമം എന്ന് പറഞ്ഞില്ലായിരുന്നോ? സഖാവ് വരുൺ, ആദ്യം പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് നിർത്ത്. ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പൊതുയോഗ തീരുമാനം ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല സഖാവേ, അറിയോ? വട്ടളകിയിരിക്കുക ഇയാൾക്ക്. വേണ്ട മണി, നമുക്കിവിടെ നിൽക്കണ്ട. വാ, അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. രാമരാജ്, വിജയം അടുത്തെത്തി കഴിഞ്ഞതാ. ലോകം മുഴുവൻ നമ്മളെ കുറിച്ച് സംസാരിക്കാൻ പോകുക. ആവശ്യമില്ലാതെ തടയണ്ട. ആര് തടഞ്ഞു? ആരും തടയാൻ പോകുന്നില്ല. കിട്ടാൻ പോകുന്ന വിജയം കൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാകല്ലെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവസാനമായിട്ട് പറയാ, നിങ്ങൾ അതിരി കടക്കരുത്. അതിരി കടന്നാലേ വിജയം ലഭിക്കൂ. അവളെ വെട്ടി പീസ് പീസാക്കി അയച്ചാലേ. സാഡിസ്റ്റുകളും റൗഡികളും ചെയ്യുന്ന പണിയത്, പോരാളികൾക്ക് ചേർന്ന പണിയല്ലത്. ആദ്യം അവിടെ അടിക്കുന്നൊന്ന് നിർത്ത്. നോക്കിക്കേ, ഒരു പിഞ്ചു കുഞ്ഞിന് ഇങ്ങനെയാണ് തല്ലുന്നത്. അതിന്റെ മോൻ നോക്കി എങ്ങനെ ഇരിക്കുന്നെന്ന്. മണി, കർച്ചീഫ് വന്നേ. വാ മോളെ ഇവിടെ. എടാ രാംരാജ്, ഞാൻ തീയായി ജ്വലിച്ചോണ്ടിരിക്കുക. വേണ്ട അരുൺ, പോരാളിക്ക് തീയും വെള്ളമല്ലോ ഒന്ന് തന്നെ. നീ എന്താ അവളുടെ അമ്മാവനെ അളിയനോടാ? അവളെ ഇപ്പൊ ചവിട്ടി അരച്ച് കൊല്ലുന്നത് കണ്ടോ നീ? ഞാൻ കരയുമല്ലേ? പ്ലീസ് അങ്കിൾ. അങ്കിൾ, എനിക്ക് അങ്കിൾ, എനിക്ക് അങ്കിൾ, അങ്കിൾ, ഞാനല്ലേ വിളിക്കുന്ന അങ്കിൾ, എനിക്ക് അങ്കിൾ, അങ്കിൾ, എനിക്ക് അങ്കിൾ, എന്നോട് പറയാതെ പോയില്ലേ അങ്കിൾ? അങ്കിൾ, അറിയാതെ വന്നിൻ സ്വന്തമായി പറയാതെ പോകയോ, വെള്ളത്തിലുഴലുന്ന മീൻ പോലെ ഉള്ളമലയുന്നു. കണ്ണീരുവറ്റി മിഴികളടഞ്ഞാലും നിന്നെ ഞാൻ എന്നെന്നും ഓർത്തിരിക്കും. എന്റെ മാമനെ പോലെന്നും ഓർത്തിരിക്കും. നിന്നെ ഞാൻ എന്നെന്നും ഓർത്തിരിക്കും. എന്റെ മാമനെ പോലെന്നും ഓർത്തിരിക്കും. അറിയാതെ വന്നിൻ സ്വന്തമായി പറയാതെ പോകയോ. നീ കാരണമാണ് എല്ലാം. നീ പോലീസ് ബുദ്ധി കാണിക്കൂലേ? നിന്നെന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? നിലവിളിക്കാൻ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറയട്ടോ. ഏത് നേരത്താണോ ഇതിനെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ? അവളുടെ അച്ഛൻ നമ്മുടെ ആൾക്കാരെ ക്രൂരമായി കൊന്നതാ. അതിന്റെ പ്രതികാരം വേണ്ടേ? എന്നിട്ട് അയാളുടെ മോളെ കൊഞ്ചിക്കുന്നു. ഉളുപ്പില്ലേ? നമ്മൾ അവരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ മകൾക്ക് ഉമ്മ കൊടുത്താൽ ജയിക്കുവോ? നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം അവസാനിച്ചോ? ജനയും ഭരതനും ജയിലിൽ കിടന്ന് മരിച്ചോട്ടെ എന്നാണോ?
വ്യക്തമായിട്ട് പറഞ്ഞോണം. സംഘടന വേണോ വേണ്ടയോ? എങ്ങുമെങ്ങും വിജയം എന്ന് പാടാൻ പോകുന്നോ, അതോ ജനഗണമന അതിനായക ജയഹേ എന്ന് പറഞ്ഞ് ആ വഴിക്ക് ഓടി പോകുന്നോ? ഇത് അവസാനത്തെയാ. ഇനി എന്റെ നാവിൽ നിന്ന് വാക്ക് വരില്ല. എപ്പോഴും നിങ്ങളുടെ സഖാവേ. സഖാവേ, നിങ്ങൾ തന്നെയാ എന്റെ വഴികാട്ടി. മണി, വാ മണി. എന്തായാലും നമുക്ക് നമ്മുടെ പ്രസ്ഥാനം വലുത് അല്ലേ? അവർക്ക് വേണ്ടിയാണോ ചെയ്തത്? എല്ലാം നമുക്ക് വേണ്ടിയല്ലേ ചെയ്തത്? വാ മണി. നമ്മുടെ പ്രസ്ഥാനത്തിൽ മരണമെന്ന് പറയുന്നത് കഴിച്ചിട്ട് കൈ കഴുകുന്ന പോലെയാ. വാ. സംഭവിച്ചതെല്ലാം മറക്ക് സഖാവേ. പ്രസ്ഥാനം തന്നെയാ വലുത്. എണീറ്റ് വാ. എങ്ങും വിജയം തന്നെ. ഏതിലും നമുക്ക് വിജയം തന്നെ. ജാതി മതം മരണം സങ്കടം കഷ്ടവും നഷ്ടവും മറികടന്ന് പാവങ്ങളുടെ മുന്നണി സിന്ദാബാദ്. പാവങ്ങളുടെ മുന്നണി സിന്ദാബാദ്. പാവങ്ങളുടെ മുന്നണി സിന്ദാബാദ്. കൈരളിച്ചരത്തെ കാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയത് നാട് മുഴുവൻ അറിഞ്ഞപ്പോഴും ഒരേ ഒരാൾ മാത്രം, അവരുടെ സ്വന്തം മുത്തശ്ശി മാത്രം ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ കൊച്ചുമോളുണ്ടെങ്കി ഈ വീട് എന്തൊരു കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കും. അവളാണെങ്കി ഇവിടെ ഇല്ല. ഇപ്പൊ വീട്ടില് ടിവിയും പേപ്പറും പച്ചക്കറിയും വേലക്കാരിയും ഒന്നുമില്ല. മരുമകളാണെങ്കി ഇടി വെട്ടിയ പോലെ മോന്തം വീർപ്പിച്ച ഒരേ ഇരിപ്പ. ഇതിനൊക്കെ എന്താ കാരണം? എല്ലാത്തിനും ആ മാസ്റ്ററാ കാരണം. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവന് തോന്നിയത് മാത്രമേ അവൻ ചെയ്യൂ. അയ്യോ ചേട്ടാ, ചേട്ടാ മാസ്റ്റർ വരുന്നുണ്ട്. അയ്യോ, എന്താ ഇത്? പറഞ്ഞില്ലായിരുന്നോ? അമ്മ ടെൻഷനിൽ ഞാൻ മാസ്റ്ററോട് പോലും പറയാതെ വന്നേ. ചെല്ല്, അമ്മ എങ്ങനെ കാണും? റൂം പെട്ടെന്ന് ലോക്ക്. ഓ ചെല്ല്, അദ്ദേഹത്തെ അമ്മ കാണാതെ പറഞ്ഞുവിട്. അമ്പടി കള്ളി, ഇവൾ എന്താ ഈ ചെയ്യുന്നേ? മാസ്റ്റർ സാറ് മോളുണ്ട്, വരൂ. എന്റെ ദൈവമേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചേട്ടാ, അമ്മയുടെ റൂം ലോക്ക് ചെയ്തു. മാസ്റ്റർ വരുന്നുണ്ട്. ശരി ശരി. കൊച്ചിന്റെ കൂടെ ഇവൻ ഉള്ളേന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കി പെഞ്ചു കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഇവിടെ കറങ്ങുകയാണല്ലോ. ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. വരൂ മാസ്റ്റർ. യെസ് സാർ. ചെല്ലത്തിന്റെ വിവരം വല്ലതും ഉണ്ടോ? എല്ലാം റെഡിയാ. ഡിഫൻസിന്റെ ഹെലികോപ്റ്ററും വന്നു. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ, അമ്മ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് മാസ്റ്റർ. മോള് പോയതിനു ശേഷം അമ്മ ഉറങ്ങിയിട്ടില്ല, ചേട്ടനും ഉറങ്ങിയിട്ടില്ല. അല്ല, നീ ഉറങ്ങിയോ? മാസ്റ്റർ സാർ, ഞാൻ ഒന്നിനും വിഷമിക്കില്ല. പക്ഷെ എന്റെ അമ്മ കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ നിമിഷം വരെ ടെററിസ്റ്റ് തട്ടിക്കൊണ്ടുപോയത് എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ അറിയാതിരിക്കാൻ വേണ്ടി കേബിൾ ടിവി പേപ്പർ എല്ലാം ഒഴിവാക്കിയിരിക്കുക. ബന്ധുക്കളെ പോലെ അവോയ്ഡ് ചെയ്തേക്കാം. പച്ചക്കറിക്കാരി വേലക്കാരി ആരെയും വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ ചെല്ല എവിടെയെന്ന് അമ്മ ചോദിച്ചില്ലേ? ചോദിച്ചിരുന്നു. അതിന് മാസ്റ്റർ, വേറെ വഴിയില്ലാത്തോണ്ടാ. എന്റെ അമ്മയോട് എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ മോളെ സ്പോർട്സ് കോമ്പറ്റീഷന് കൊണ്ടുപോയതാണെന്ന് അമ്മയോട് നോണ പറഞ്ഞിരിക്കുക. സോറി മാസ്റ്റർ, മാസ്റ്റർ ഈ അവസ്ഥയിൽ എത്തിച്ചല്ലോ. എന്റെ അമ്മ മാസ്റ്ററോട് നല്ല ദേഷ്യത്തില്ല. പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്കണം. അത് സാരമില്ല സാർ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മയെ രക്ഷിക്കാനായിട്ട് ഞാനും ഇത് തന്നെ ചെയ്യാ. സാറേ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും.
ആ അമ്മ പറഞ്ഞ പോലെ ചാണകവെള്ളം ഒഴിച്ചാ പോലും അതെനിക്ക് പനിനീര് പോലെയാ. ഹലോ, യെസ് യെസ്, ഇപ്പൊ വരാം. ഇതാ ഇറങ്ങി. മാസ്റ്റർ, മീഡിയ ഇസ് വെയിറ്റിംഗ്. ചാനൽസും പത്രവും വഴി ടെററിസ്റ്റിനെ ഞങ്ങൾ തീരുമാനം അറിയിക്കാൻ പോവാ. ജനയുടെയും വർദ്ധന്റെയും റിലീസിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു? 22 വർഷം മുമ്പ് ഒരു ജന്മി കുടുംബത്തെ അടിച്ചു കൊന്നവനാ ഈ ജനയും വർദ്ധനും. അതെ. CM ന്റെ മോൾക്ക് വേണ്ടി അവരെ റിലീസ് ചെയ്യാൻ അനുവാദം തന്നതാ. പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ മോള് ജീവനോട് വന്നാലും ശരിയില്ലെങ്കിൽ ശരി, ജനയും വർദ്ധനയും വിടില്ല. എന്നാലേ തീവ്രവാദികൾക്ക് ഒരു പാടാവുള്ളൂ. അങ്ങനെ ചെയ്താലേ ഈ തട്ടിക്കൊണ്ടുപോകൽ ഇല്ലാതാകൂ. ഞാൻ സീനിയർ പോലീസ് ഓഫീസറാ. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി വഴങ്ങിയ അതിൽ മോശം എന്തോള്ള മാസ്റ്റർ? ജീവൻ പോകുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ഒരു പോലീസുകാരൻ ഒന്നിനും വഴങ്ങാതെ ഉറച്ച ഹൃദയത്തോടെ അനീതിക്കെതിരായിരിക്കണം. അതുപോലെ തന്നെ ഉരുകുന്ന ഹൃദയമുള്ളവനായി ന്യായത്തിനായി നിലകൊള്ളണം. അതുമാത്രമല്ല, നിങ്ങൾ പറഞ്ഞില്ലേ അന്ന് വേദന സഹിക്കണമെന്ന്, ഈ രണ്ടുമാണ് മാസ്റ്റർ എനിക്ക് വിശ്വാസം തന്നത്. ആയുസിന് ബലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ചെല്ലും ജീവനോട് വരട്ടെ. ഇല്ല വേദന, ഞാനും എന്റെ ലതയും സഹിച്ചോളാം മക്കളെ. മോനെ, എന്നോട് ക്ഷമിക്കണം. മോനെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ കൊച്ചുമോള് വരുമല്ലോ അല്ലേ? അമ്മ, ആ കുട്ടി ഈ കുടുംബത്തിന്റെ ദേവതയമ്മ. അവളെ ആർക്കും ഇല്ലാതൊക്കെ കഴിയില്ലമ്മ. അവൾക്കുള്ള അറിവ് ദൈവം കൊടുത്തതാ. അവളാ മുഖ്യ ഉപയോഗിച്ച് എങ്ങനെയും രക്ഷപ്പെടുവമ്മേ. DGP സാർ, അവരുടെ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ ധീരമായ, നാടിന് അനിവാര്യമായ ഈ തീരുമാനത്തിന് താങ്കൾക്കൊരു സല്യൂട്ട്. നമ്മളും ഇങ്ങനെ ഒരു സല്യൂട്ട് കൊടുക്കണം ധീരനായ, സത്യസന്ധനായ അധികാരിക്ക്. സഖാവേ, പറയണ കേട്ട് ടെൻഷൻ അടിക്കണ്ട. ആദ്യം നമുക്ക് ഈ സ്ഥലം മാറ്റാം. അതെ സഖാവേ, രാത്രി ഒന്നും ഉറക്കമില്ല, ഒരേ അസ്വസ്ഥത. ആരാ? സ്വപ്നവാ. എല്ലാ രാമരാജ കൊന്നില്ലെന്നും പറഞ്ഞ് നിലവിളിക്കുക, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ പെമ്പിള്ളേരെ പോലെ മോങ്ങി മോങ്ങി കരയുന്ന. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഏരിയയിൽ ഇത്ര സുരക്ഷിതത്വമുള്ള സ്ഥലം വേറെ എവിടെയും കിട്ടില്ല. എളുപ്പത്തിൽ ആരും കണ്ടുപിടിക്കില്ല. ചുറ്റിലും തോട്ടപ്പുഴു, വിഷപ്പാമ്പ് കുറെ ഉള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. പോലീസുകാർ വരെ കാട്ടിൽ ഈ സ്ഥലമാണെന്നറിഞ്ഞ പേടിച്ചലറി ഓടും. എന്നിട്ടും പോലീസുകാർ വരികയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് ചാവാനായിരിക്കും വിധി. കുഴിബോംബ് വെച്ചിരിക്കല്ലേ. നമ്മൾ ചവിട്ടി തീരാണ്ടിരുന്നാ മതി. നിങ്ങൾ ഈ പോലമ്പലൊന്ന് നിർത്ത്. വന്നേ വന്നേ വന്നേ. ഒരു 2 ദിവസത്തേക്ക് മനസ്സിൽ നിന്ന് പോവില്ല, പിന്നെ ശരിയായിക്കോളും. ഭാര്യയെ പോലെ തന്നെ രാമരാജനെ കുറിച്ച് ഓർത്തോണ്ടിരുന്ന. ഞാൻ കുറിച്ച് നിങ്ങളോ? ഓ അതെ, എലിസബത്ത് റാണി വലിയ പാർട്ടി വെച്ചിരിക്കുക. എല്ലാവർക്കും കുളിച്ചിട്ട് പോണ്ടതാ. ഏത് വേറെ പണിയില്ലേ മനുഷ്യനെ വെറുപ്പിക്കാൻ? അല്ല, കുളിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് വെള്ളം താഴെ നിന്ന് എടുത്തോട്ട് കൊടുക്കുന്ന ആരാ? ഓ, മണിയാണോ അന്വേഷിക്കുന്നേ? നമ്മുടെ സഖാവ് മണി പിന്നെ എന്തിനിരിക്കുവന്ന? എല്ലാ കുട്ടിക്ക് അവനല്ലേ. എന്നും വെള്ളം മാത്രമാണോ എടുത്തു കൊടുക്കുന്നേ? പിന്നെ ആ കുട്ടിക്ക് വേണ്ടി കുഴി കുഴിച്ച് കല്ലടുക്കി കുട്ടിക്ക് വെളിക്കിറങ്ങാൻ കക്കൂസ് വരെ ഉണ്ടാക്കി കൊടുക്കാം. സത്യാണോ? അതുമാത്രമല്ല, ആ കുട്ടിയുടെ മുടി പിന്നി കെട്ടി പൂവൊക്കെ വെച്ച് കൊടുത്ത് സൗന്ദര്യം ആസ്വദിക്കുക. തിന്നാനായിട്ട് കാട്ടുപഴം പറിച്ചു കൊടുക്കുക. അതും തിന്നിട്ട് ചളുക്ക് പുളുക്ക് തടിച്ചു കൊഴുത്ത് വരുക. എനിക്ക് തോന്നുന്നത് ഈ മണി PW കേസായിരിക്കും. PW എന്ന് വെച്ചാ വീട് വലിക്കുന്നോ? PW എന്ന് വെച്ചാല് പ്രായം കൂടിയ സ്ത്രീകളെ കണ്ട അവർക്ക് ഇഷ്ടപ്പെടില്ല. ചെറിയ പെൺകുട്ടികളെ മാത്രമേ ഇഷ്ടാവുള്ളൂ. നിന്നെ പോലെ റേപ്പ് ചെയ്ത ആളെ കൊന്ന് പ്രസ്ഥാനത്തിലേറുന്ന ആളെന്ന് വിചാരിച്ച ഞാൻ. മാർക്സിന്റെ പുസ്തകം മനപ്പാടമാക്കിയവനാടാ ഞാൻ. അത് മാത്രമല്ല, അതുപോലെ ജീവിക്കുന്നവനുമാ. നമ്മുടെ പ്രസ്ഥാന നിയമം 56 എന്താ പറയുന്നേ? ഗർഭിണികളെയും പെൺകുട്ടികളെയും കടത്താൻ പാടില്ല.
അല്ലാതെ അത്യാവശ്യ ഘട്ടത്തിൽ കടത്തേണ്ടി വന്നാൽ തന്നെ അവളെ മകളായും സഹോദരിയൊക്കെ കാണണമെന്നാ അറിയോ നിനക്ക്? അതുപോലെ സഹസഖാക്കളെ തോന്നിയതുപോലെ അടിക്കരുത് എന്നുണ്ട്, അതറിയോ? കറക്റ്റ്. അത് എതിർത്ത് അടിക്കുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ഒരു പാറയുടെ പുറത്ത് 24 മണിക്കൂറും മുട്ടുകുത്തി വെള്ളം പോലും കുടിക്കാതെ നിൽക്കണമെന്നുണ്ട്. ഒരു സഖാവെന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങി. നിങ്ങൾ ചെയ്ത തെറ്റ് നിയമം 100 എന്താ പറയുന്നതെന്നറിയോ? പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഖാക്കളുടെ ജീവൻ എടുക്കുന്നവർക്ക് മരണമാ ശിക്ഷ. എന്താ പേടിപ്പിക്കുകയാണോ? ഈ മിഷൻ ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വാക്കായിരിക്കും അവസാന തീരുമാനം. അപ്പൊ പ്രസ്ഥാനവും പൊതുയോഗ തീരുമാനങ്ങളും നിയന്ത്രണമൊക്കെ പിന്നെ എന്തിനാ? ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാരും അപ്പുറത്ത് പോയി ജനഗണമന അതിനായക ജയക എന്ന് പാടിയാ പോരെ? അവിടെ നീതി ന്യായം നമ്മളെക്കാളും ഭേദമായിരിക്കും. ആവശ്യമില്ലാതെ ഓവറായിട്ട് സംസാരിക്കുക, പിന്നെ പ്രവർത്തനം വേറെ രീതിയിലാവും. ഹായ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഫോർ ഓൾ അങ്കിൾസ്. ഗുഡ് മോർണിംഗ്. എത്ര അടി കിട്ടിയതാ, എന്നിട്ട് മിനിങ്ങി നിക്കണ കണ്ടില്ലേ? മണി അങ്കിൾ, ഇതാ ചോക്ലേറ്റ്. അല്ല, എന്തിനാ മുട്ടുകുത്തി നിൽക്കുന്നേ? പണിഷ്മെന്റ് ആണോ? അതേ ചെല്ലം, ഞങ്ങളുടെ നിയമപ്രകാരം ഞാനിപ്പോ പണിഷ്മെന്റില്ല. ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്നാ മോളെ. അവന്റെ വീതം എനിക്ക് തന്നേക്ക്. തന്നെ ഇങ്ങ് തന്നെ. അതെന്താ ഒരെണ്ണം കൂടി? എന്റെ വീതം, എന്റെ പങ്കില്ലേ? ചീത്ത അങ്കിൾ, ഇതാ ചോക്ലേറ്റ്. നല്ല പേരായിട്ടേക്കുന്നത്. അവരെന്താ ചീത്തങ്ങളാണോ? അതെ, എന്നെ അടിച്ചു, നല്ല അങ്കിളിനെ ഷൂട്ട് ചെയ്തു. എപ്പോ നോക്കിയാലും ഇന്റെ കുറ്റം പറയുന്നു. അങ്കിൾ പ്ലീസ് അങ്കിൾ, നല്ല അങ്കിളായി മാറങ്കിൾ. എന്റെ വായിൽ പലതും വരുന്നുണ്ട്. ഇപ്പൊ അതങ്ങോട്ട് വാങ്ങിക്ക് സഖാവേ, ഞാൻ പറയുന്നത് കേക്ക്. അടിക്കുമ്പോ എല്ലാം കൂടി ചേർത്തങ്ങ് കൊടുക്ക്. ഇപ്പൊ ചോക്ലേറ്റ് അങ്ങോട്ട് വാങ്ങ്. പ്ലീസ് അങ്കിൾ, എടുത്തോ അങ്കിൾ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ സഖാവേ. ആ ചോക്ലേറ്റ് അങ്ങോട്ട് കഴിക്കാൻ നോക്ക്. ഇതുപോലെ സന്തോഷമായില്ലേ നിനക്ക്? കണ്ടില്ലേ നല്ല അങ്കിളായിട്ട് മാറിയത്? അതങ്ങോട്ട് കഴിക്ക് സഖാവേ. എങ്ങനെയുണ്ട്? എങ്ങനെ ചോക്ലേറ്റും ബലൂണും ഒക്കെ സ്കൂൾ ബാഗ് വെച്ചാ നടക്കുന്നത്. എന്താ പിറന്നാളാ? ആഹാ, എന്ത് സൂപ്പർ ചോക്ലേറ്റാ സഖാവേ. ഇതിനു വേണ്ടി മാത്രം ഈ എങ്ങും വിജയം എന്നുള്ള വിട്ടിട്ട് ജനങ്ങളവനെ പാടിയാലൊന്ന് ആലോചിക്കാ സഖാവേ. ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് വെച്ച് തോക്കെടുത്തിട്ട് എന്നെ രാമരാജ് പോലെ ആക്കല്ലേ. എടേ കൊച്ചേ, ഇത് എത്രാമത്തെ പിറന്നാളാ? മറന്നുപോയോ? എന്താ വിരലുണ്ടെന്ന്? നീ എല്ലാത്തിലും പുലിയാണല്ലോ. നമ്മുടെ കൂടെ കൂടിയ പിന്നെ ഉള്ള ബോധം പോയി. നിക്ക് അങ്കിൾ, 67ാമത്തെ ബർത്ത്ഡേ. എന്താ കൊച്ചേ, കളിയാക്കണോ? അതെ അങ്കിൾ, 1947 ഇന്ത്യ ജനിച്ചിട്ട് 67 വർഷമായി. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം, ഇന്ത്യയുടെ പിറന്നാൾ. എന്തായി പറഞ്ഞത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, തുപ്പടോ. ഈ പണ്ടാരെ കുറിച്ച് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഏതെങ്കിലും ഏടാകൂടത്തേക്ക് കൊണ്ടേ പെടുത്തൂന്ന്. തുപ്പടോ സഖാവേ. വയറ്റിനുള്ളിലേക്ക് പോയി സഖാവേ. നാളെ രാവിലെ കക്കൂസി പോകുമ്പോ തന്നെ തുപ്പിക്കോളൂ. എന്ത് ധൈര്യം നോക്ക്. എവിടെ വന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് നോക്കിയേ. ഞാൻ അങ്ങനെ സംസാരിക്കൂ. ജനഗണമന അതിനായക ജയ ഹേ. എടാ ത്യാഗു, ഈ കൊച്ചിന്റെ വാ ടേപ്പ് കൊണ്ട് ഒട്ടിക്കണോ. എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഇവിടെ പൂവമ്പല്ലോ ഉണ്ടാക്കും. കോമഡി അങ്കിൾ, എന്നെ വെറുതെ വിടുവാണെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം. ടേപ്പ് എങ്ങാനും ഒട്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ട് കളയും. കാര്യമാണോ വലുത്, വീഡിയോണോ വലുത്? ആ പെണ്ണിന്റെ കൈ പുറകിലേക്ക് വെച്ച് കെട്ട്. അവക്കിനി ഒരു സാധനം കൊടുക്കരുത്. ഇതാ കറക്റ്റ്. അങ്ങനെ തന്നെ വേണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ കൊച്ചിന്റെ കൂടെ വെറുതെ കളിതമാശ പറയാനാണ്. സഖാവേ, നമ്മുടെ ആവശ്യം ജനയെയും വരദനെയും റിലീസ് ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മൾ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അവരതിനുള്ള തീരുമാനം എപ്പോ പറയുന്ന? അത് ടിവിയിലും പേപ്പറിലും ഒക്കെ വരുവടോ. ആ പേപ്പർ സൗന്ദര്യം ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനു വേണ്ടിയാ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നേ. ആഹാ, അവൻ കില്ലാടിയല്ലേ, എല്ലാം കീറി കൃത്യമായി കൊണ്ടുവന്നു തരും. ഇവളുടെ അച്ഛന് അധിപതി എങ്ങാനും കാണിച്ചാ ഇവളെ പാർട്ടായി വെട്ടി നമ്മൾ പാർസൽ ചെയ്തിരിക്കും. ത്യാഗോ, വെട്ടുകത്തിന് റെഡിയാക്കി വെച്ചോ. അവളുടെ ഒരു കാലിങ് വെട്ടിയെടുക്കാനാ. ഇടത് കാലോ വലത് കാലോ പറയൂ അങ്കിൾ. എന്തിനാ സഖാവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നാളെ ഗവൺമെന്റ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ സഖാക്കള് ജനയെയും വരദനെയും റിലീസ് ചെയ്യാന്ന് പറഞ്ഞാ കൊച്ചിനൊന്നും സംഭവിക്കാതെ കൊടുത്താലേ പറ്റൂ. ത്യാഗു, ആ കൊച്ചിനെ ഇങ്ങനെ കണ്ണിപ്പെടാതെ മാറ്റി നിർത്തും. സഖാവേ, പത്രം നമ്മുടെ സൗന്ദര്യം എടുത്തോണ്ട് വരുന്നവരെ ഒന്ന് അടങ്ങി നിക്ക്.
നാട്ടിലുള്ള പഴവണ്ടി മൊത്തം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടും ഇതുവരെ ആ തലക്കെട്ട് കെട്ടിയവനെ കിട്ടിയതേ ഇല്ലല്ലോ. നോക്ക്, അവിടെ ഒരു പഴവണ്ടി കിടപ്പുണ്ടല്ലോ. വണ്ടി ഇരിക്കും, അങ്ങോട്ടേക്ക് പോയി. ആ വണ്ടി തന്നെയാ, അത് തന്നെയാ. എന്താടോ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ, എസ്കേപ്പ് ആയോ? നിങ്ങൾ തന്നെ പോലീസുകാരാണോ? എങ്ങനെ കാരണവരെ കറക്റ്റായിട്ട് പറഞ്ഞേ? കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞ് പുറകെ വരുന്നവരാണല്ലോ പോലീസുകാർ. അത്രയ്ക്കായോ? ഇയാളെ കൈവലം വെച്ച് അകത്തത് പോലീസുകാരെ കളിയാക്കുന്നു. അതെ സാറേ, കുറ്റവാളികളെ വെറുതെ വിട്ടേക്ക്, സഹായിക്കുന്നവരെ അങ്ങോട്ട് വരട്ട്. ഇതുകൊണ്ടാ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും വരാത്തത്. കാരണവരെ വീട് എടോ, കുറച്ച് കാര്യങ്ങളും അറിയാൻ നീ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ആളാ. അയാളെ എന്തിനാ വെറുതെ പേടിപ്പിക്കാൻ നോക്കുന്നേ? പറ കാരണവരെ. നന്നായിട്ട് കറുത്ത് തടിച്ച് താടിയുള്ള ഒരാൾ ഇവിടെ മാമടം വിറ്റോണ്ടിരിക്കുമല്ലോ. ഇതുപോലെ ചോദിച്ചാ കറക്റ്റായിട്ട് മറുപടി കിട്ടും. 1 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആരോടും സംസാരിക്കില്ല. എന്നെ കണ്ടാൽ വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കാണാതാവും. സംശയിക്കണ്ട, അത് അവൻ തന്നെ. വാ പൂട്ട് വിളിക്കാം. ശരി. അവിടെ പിടി. അടി. അതെ, വിരലടയാളൊക്കെ കറക്റ്റായിട്ട് പക്കയായിട്ട് എടുത്തോണം. കാരണവരെ, ആളെ കണ്ട തിരിച്ചറിയല്ലോ അല്ലേ? കറക്റ്റായിട്ട് തിരിച്ചറിയും. പക്ഷെ കിട്ടുന്നതിന്റെ ഷെയർ എനിക്ക് തരണം. എന്നാ കാക്കിയെന്ന് പറഞ്ഞാ ഇതല്ലേ? ഏത് കേസിലാ? കാശ്, പണം, ദുട്ട്, മണി വാങ്ങാതെ നിങ്ങൾ വിട്ടിട്ടുള്ളത്. അങ്ങനെ കിട്ടുന്നതിന്റെ പകുതി എനിക്കെന്താ? കാരണവരെ നിക്ക്. ഇത് DGPയുടെ മോളെ തട്ടിക്കൊണ്ടുപോയ കേസാ കാരണവരെ. ആരെ? പഴക്കാരാണ് തട്ടിക്കൊണ്ടേ? കിഡ്നാപ്പ് ചെയ്താന്ന് DGPയുടെ വീടിന്റെ വാതിക്കെ ആ താടി വെച്ച ആളാ പഴം വിറ്റോണ്ടിരുന്നേ. അത് കൊള്ളാലോ. ഒറ്റ നോട്ടത്തെ അയാളെ കണ്ട ആക്രി കച്ചവടക്കാരനെ പോലെ ഇരിക്കും. എന്ത് പണി അയാൾ കാണിച്ചു വെച്ചത്? സാറേ കാലിയാ, ഒരു സാധനവും ഇല്ല, വിരലടയാളം ഒന്നുമില്ല, അതിവിദഗ്ധമായിട്ട് മുങ്ങിയത്. അപ്പൊ അവൻ തന്നെയാ, കൺഫേം ആയിട്ടും അവൻ തന്നെയാ. എന്താ ഇവിടെ ആരെ വിളിച്ചവര്? പോലീസാന്ന് തോന്നുന്നു. അതേ മോനെ. സാറേ, ഇതെന്റെ കൊച്ചുമോനാ, ധർമ്മരാജൻ, വക്കീലാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. DGPയുടെ മോളെ തട്ടിക്കൊണ്ടു പോയില്ലേ? അതെ. അതിലൊരുത്തൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നെന്നാ ഇവര് പറയുന്നേ. അതാ പഴവണ്ടിക്കാരനാണെന്ന് മോനെ. എന്താ വിളിച്ച ആളെ കാണാൻ പഞ്ചപാവായിരുന്നല്ലോ. എന്ത് പണി ചെയ്തവൻ? സാർ പേപ്പർ താ മോനെ. എന്താ ന്യൂസില്? എല്ലാം നിങ്ങളുടെ ന്യൂസ് തന്നെയാ. കൈരളി ചെലവും തട്ടിക്കൊണ്ടുപോകൽ സർക്കാരിന്റെ പെട്ടെന്നുള്ള തീരുമാനം. തീവ്രവാദികളുടെ ആവശ്യം നിരാകരിച്ചു. സൂപ്പർ. കീഴടങ്ങാൻ 2 ദിവസത്തെ സമയം നൽകി. എന്റെ മകളല്ല എനിക്ക് വലുത്. ഒരു തരത്തിലും അടിയറവ് പറയില്ല. തീവ്രവാദികൾക്ക് ഇതൊരു പാഠം. DGP ദയാളന്റെ പ്രസ്താവന. അതേതായാലും കൊള്ളാം. ആഹാ, ഇപ്പോഴാണ് പോലീസിന് വീരത്വം വന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ശക്തമായിട്ട് നിന്നാ എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തോടെ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങളുടെ DGP? അതാണ് ധീരത. എനിവേ, കൺഗ്രാറ്റ്സ് ടു പോലീസ്. തട്ടിക്കൊണ്ടുപോയവരെ വേഗം പിടിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഇയാളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞ അപ്പം തന്നെ 101ലേക്ക് വിളിക്കണം കേട്ടോ. ശരി. വരട്ടെ. അതല്ലാതെ പിന്നെന്ത് പണിയാ? നമ്മുടെ DGP അല്ലേ കിഡ്നാപ്പ് ചെയ്തതേ ഞങ്ങളാ. ഞങ്ങളോട് വന്ന് ചോദിക്കുന്നു. ഹോ, ഇതാ പോലീസ്. എന്താ സഖാവേ, നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഇതെന്താ സഖാവേ ന്യൂസ് ഇങ്ങനെ വന്നിരിക്കുന്നത്? അത് മാത്രമല്ല, വീരസ്വാമിനെ നോട്ടോട്ടല്ലോ. നമ്മളിലേക്ക് എത്താനും അധികം സമയം എടുക്കില്ല. സഖാവ് സൗന്ദർ, നമസ്കാരം. നമസ്കാരം സഖാവേ. സഖാവേ, നമ്മുടെ വീരസ്വാമി അന്വേഷിച്ച് പോലീസ് ഇപ്പോൾ വന്നു പോയോളൂ. അങ്ങനെയാണോ? പിന്നൊരു കാര്യം, നമുക്കുള്ള ന്യൂസ് പത്രത്തിൽ വന്നിട്ടുണ്ട് സഖാവേ. ന്യൂസ് അനുകൂലമോ പ്രതികൂലോ? ഓപ്പോസിറ്റ് സഖാവേ. പ്രതികൂല. ശരി. ഉടനെ നേരിയമെങ്കിൽ അടിമാലി റൂട്ടില് 3 പ്രാവശ്യം ഹോൺ അടിക്ക്. ഓരോ ഹോണിന്റെ ഇടയ്ക്ക് 10 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കും. പിന്നെ പത്രം മറക്കരുത്. 1 മണിക്കൂറിൽ അവിടെ ഉണ്ടാവും. സഖാവേ, ഞാൻ സൗന്ദര്യനെ കാണാൻ പോവാ. ഏത് നിമിഷം പോലീസ് നമ്മളെ അന്വേഷിച്ച് വരാം. ആദ്യം ഇവിടുന്ന് മാറാൻ നോക്ക്. ഞാൻ പോവാ. ഹലോ ഹലോ ഹലോ, ആരാ? ഞങ്ങൾക്ക് നിങ്ങൾ തന്ന അറിയിപ്പെല്ലാം കണ്ടു. ആദ്യം നിങ്ങളുടെ തീരുമാനം മാറ്റിക്കോ. 1 ദിവസം ടൈം തരാം. പ്ലീസ് സറണ്ടർ ആയിക്കോ. തീവ്രവാദത്തിന്റെ ആദ്യാക്ഷരം തീ. നിയമത്തിന് വിധേയപ്പെട്ടാൽ അത് ദീപം. നിയമത്തിന് അതീതരായി നീങ്ങിയാൽ അത് ചാരം. DGP സാർ, ഞങ്ങൾ ആവിയിലെടുത്ത പുട്ടെന്ന് വിചാരിച്ചോ?
അവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബുദ്ധി പ്രയോഗിച്ച് ഓരോന്ന് പറഞ്ഞു നീട്ടി സെൽഫോൺ ടവർ വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ നോക്കുവാണല്ലേ. അവസാനമായിട്ട് പറയുക, ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളുടെ മോളെ വേഗം രക്ഷിക്കാൻ നോക്ക്. എന്തെങ്കിലും അതിബുദ്ധി കാണിക്കാൻ നോക്കിയാ നിങ്ങളുടെ മോളെ ഇനി ഇതുപോലെ കാണില്ല. പാർട്ട് പാർട്ടായി പാർസൽ ചെയ്തയക്കും. ഒരുപക്ഷെ നീ മോളെ കൊന്നുകളഞ്ഞാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, CM, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഇടം നേടും. സോ എന്റെ മകൾ ഒരു സാഹചര്യത്തിലും ഇല്ലാതാകുന്നില്ല. ഇല്ല, ഇല്ലാതാകില്ല. എന്താ സഖാവേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താണാവോ? എന്തായിരിക്കും? എന്താ സഖാവ് മൂഡ് ഓഫ് ആയിരിക്കുന്നേ? DGP നല്ല സ്ട്രോങ്ങിലാ. നമ്മൾ ജയിക്കുന്ന കാര്യം സഖാവേ ബുദ്ധിമുട്ടാ. സഖാവ് അരുണിന്റെ കണക്കൂട്ടലുകൾ തെറ്റി. എപ്പോഴും പോലീസിന് ആദ്യം ഒരു ആവേശം ഉണ്ടാവും. അത് ശരിയാ. പോലീസ് എടുത്തിയാടുമില്ലയോ, നമ്മളെന്തായാലും എടുത്തിയാടി. പുഴയുടെ നടുക്കും എത്തി. ഇനി ആലോചിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ പത്രം എടുത്തോണ്ട് അരുണിനെ കാണാൻ കാട്ടിലേക്ക് പോവാ. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ കട്ടിയിട്ട് എസ്കേപ്പ് ആവാം. സഖാവേ. അതേ മുരളി, പോലീസ് നല്ല സ്പീഡിലാ. നമ്മൾ കരുതിയിരിക്കണ്ടേ. ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിൽ എല്ലാം കളഞ്ഞേക്ക്. സൗന്ദർ പോകാൻ നോക്ക് മുരളി, ചെല്ല്. മുരളി, എന്താ സഖാവേ? എവിടെയോ ജനിച്ചു, എങ്ങനെയൊക്കെയോ വളർന്നു. എങ്ങനെ ഇതില് എന്തിന്? മുരളി, ഒരുപക്ഷെ നമ്മൾ ഇനി കണ്ടില്ലെന്ന് വരാം. ആ DGP പറഞ്ഞത് എന്റെ കാതിൽ തന്നെയുണ്ട്. തീവ്രവാദത്തിന്റെ ആദ്യത്തെ അക്ഷരം തെയ്തു. ഒരു വശത്ത് വഴി, മറുവശത്ത് ചാരം, എല്ലാം നശിപ്പിച്ച് കളയും. നമ്മൾ തീക്കളിയെ കളിക്കുന്ന മുരളി. ഇറ്റ്സ് ഓക്കെ. എവിടെയും വിജയം. ഏതിലും നമുക്ക് വിജയം തന്നെ. ബൈ മുരളി. ശരി സഖാവേ. അന്നാ ലോറിയിൽ നിന്ന് എല്ലാം ഇറക്കി വെച്ച് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരുന്നോ? എല്ലാം ഇറക്കി വെച്ചിട്ട് കറക്റ്റായിട്ടാ ചെക്ക് ചെയ്തേ. സാറേ ക്ലോറോഫോം കുറച്ച് വീട്ടി സാറേ. കണ്ടില്ലേ, ക്ലോറോഫോം. ഇവിടെ നിന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ കുട്ടിയെ ഇവിടെ വെച്ച് മയക്കി പെട്ടിയിലാക്കിയാ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എല്ലാം പുറത്തിറക്കി ചെക്ക് ചെയ്തെന്ന് നുണ പറയുന്നു. നിങ്ങളെപ്പോലെ നെറുകെട്ട പോലീസുകാരുള്ളതുകൊണ്ടാ കാക്കിയെന്ന് കേൾക്കുമ്പോൾ ജനം കാറി തുപ്പുന്നത്. ഹലോ DGP സാർ. യെസ് മാസ്റ്റർ. നമ്മൾ സംശയിച്ച പോലെ ടിമ്പർ ഷോപ്പിൽ നിന്നാ ചെല്ലത്തെ തട്ടിക്കൊണ്ടുപോയത്. ഈസ് ഇറ്റ്? വിറ്റ്നസ് പക്കയാ സാർ. തെക്ക് ഭാഗത്തേക്കാ പോയിരിക്കുന്നു സാർ. ആ ഭാഗത്ത് 2 കാടുണ്ട് സാർ. ഒന്ന് തമിഴ്നാട്ടിലെ ഏലഗിരി മല, 2 കേരളത്തിലെ നേര്യമംഗലം. വാളയാർ ചെക്ക് പോസ്റ്റിൽ ചെന്നാ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. സോ നേര്യമംഗലം ഫോറസ്റ്റ്, അവിടെ അവൻ 100% ഉണ്ടാകാൻ സാധ്യത. ഗുഡ്. സെൻഡ് ഫോഴ്സ് വിത്ത് ഓൾ വെപ്പൺസ്. In good helicopter. Get it fast. പോലീസ് സേന റെഡിയായി കഴിഞ്ഞു. തീവ്രവാദികളും റെഡിയായി കഴിഞ്ഞു. ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? എന്താ സഖാവേ, കുഴിബോംബ് വെക്കാനുള്ള ശ്രമത്തിലാണോ? അതെ, പോലീസ് എന്തായാലും വരും. നമ്മൾ റെഡിയായിരിക്കണ്ടേ? അല്ല സഖാവേ, നിങ്ങൾ ഈ കുഴിബോംബ് ഉണ്ടാക്കാൻ എവിടുന്നാ പഠിച്ചത്? നെറ്റില്. എന്തോന്ന്? നൊട്ടിലോ? ഇന്റർനെറ്റ് എന്നൊരു സംഗതിയുണ്ട്. അതിൽ നല്ലതും പഠിക്കാം, ചീത്തയും പഠിക്കാം. ആണോ? അത് കണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പഠിച്ചതാ. വലിയ കില്ലാടിയാ സഖാവ്.
എന്ത് വലിയ ദോശയാ. എന്താ അത്? ദോശയോ? ദാ കണ്ടില്ലേ മസാല ദോശ. ആരാ ഇട്ടെന്നറിയില്ല. എന്താടാ താൻ വൃത്തിയുടെ പറയുന്ന? എപ്പ നോക്കിയാലും കക്കൂസി പോകുന്നതും വെളിയിരിക്കുന്നതൊക്കെ പറയാൻ നാണമില്ലടോ. അല്ല സഖാവേ, ഈ വയറ്റിനുള്ളില് എന്താ ചന്ദ്രമാണോ ഇരിക്കുന്നത്? സഖാവേ, ഒരുത്തിന് തിന്നാണ്ടിരിക്കാൻ പറ്റും, വെള്ളം കുടിക്കാണ്ടിരിക്കാനും പറ്റും, പക്ഷേ വെളിക്കിറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞാ കേക്കട്ടെ. ടെൻഷനായിരിക്കും. ഗർഭിണിയെ പോലെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി. എന്റെ അമ്മോ. അല്ല, നിങ്ങളുടെ ദോസ്തുണ്ടല്ലോ ആ ത്യാഗു, ഇന്നലത്തെ അവന്റെ കാര്യം അറിയാവോ? എന്താ? ഇന്നലെ രാത്രി 12 മണിക്ക് നിങ്ങളുടെ ദോസ്ത് ഉറങ്ങുമ്പോ ഉള്ളിലുള്ള ചന്ദനം എന്നെ ഇറക്കിവിടെന്ന് പറഞ്ഞ് ടെൻഷനാക്കി. ചന്ദനം ഇറക്കി വിടാൻ അവൻ മോളിൽ കയറി. രാത്രി വെള്ളമില്ല, വെള്ളക്കാരന്റെ സ്റ്റൈലില് ഇല പറിച്ച് പ്ലക്കെന്ന് തുടച്ചെടുത്ത് ആ ഇലയിൽ തോട്ടപ്പുഴ ഉണ്ടായിരുന്നു സഖാവേ. അയ്യോ, എന്നിട്ട് ആ പണ്ടാരോണെ സൈലന്റ് ആയിട്ട് അകത്ത് കയറി. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒഴുകി വരുന്ന രക്തം കാണുമായിരുന്നു. അവനാണെങ്കിൽ പേടിച്ച് അരണ്ടു പോയി സഖാവേ. ഈ മണിയോട് എടുക്കാൻ പറഞ്ഞപ്പോ അവനാണെങ്കിൽ വാ വാ എന്ന് പറഞ്ഞ് ഛർദ്ദിക്കാൻ നിൽക്കണ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കായിരുന്നില്ലേ? ഞാനാണെങ്കിൽ ഇത് കണ്ട് പേടിച്ച് 50 അടി അകലത്ത് മാറി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ എണീപ്പിക്കാൻ പറ്റപ്പോ നിങ്ങൾ ഗ്രോന്ന് പുലി മുരളണ പോലെ ഗൂർക്കം. ആ ത്യാഗു നിലവിളിക്കണ ശബ്ദം കേട്ടിട്ട് പറഞ്ഞോ? പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടും. എനിക്കെന്തിന്റെ കേടാ? ആ ത്യാഗ് തന്നെ വന്ന് പറയട്ടെ. സാരമില്ല, പറഞ്ഞോ. പിന്നെന്താ സംഭവിച്ചേ? ആ കുട്ടി കൈരളി ചെല്ലം ഞാൻ എടുക്കാന്ന് പറഞ്ഞ് എന്നെ അഴിച്ചുവിടാൻ പറഞ്ഞ് ബഹളം വെച്ചു. തന്റെ ഒരു കാര്യം. ശരി, ഇതുകൊണ്ട് തന്നെയാ ഈ എടുത്തിയാട്ടല്ലേ ആ ത്യാഗുനോട് തന്നെ ഇത് പറഞ്ഞില്ല, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി. വെറുതെ കിടന്ന് ചാടണ്ട സഖാവേ. പറയുന്നതൊന്ന് കേക്ക്. ആ കൊച്ചിന്റെ കയ്യിലെ കെട്ടങ്ങ അഴിച്ചു വിട്ടു. ഒരു ഡോക്ടറുടെ ഗെറ്റപ്പോടെ ഒരറപ്പും വെറുപ്പും ഒന്നും ഇല്ലാതെ ആ തോട്ടപ്പുഴുവിനെ അങ്ങ് വലിച്ചെടുത്തു. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ അവന്റെ കാര്യം തീരുമാനമായേനെ. ഇതവന്റെ 2ാം ജന്മമാ സഖാവേ. തുറിച്ചു നോക്കണ്ട സഖാവേ. പറഞ്ഞാലും തെറ്റ്, പറയാതിരുന്നാലും തെറ്റ്. പിന്നെ അതിനെ പഴയ പോലെ കെട്ടിയിട്ടില്ലേ? പിന്നല്ലാതെ. നിങ്ങൾ വെറുതെ വിടില്ലല്ലോ, അതുകൊണ്ട് ഡബിൾ കെട്ട്. അല്ല, ഈ കുഴിബോംബ് എങ്ങനെയാ? ചവിട്ടി ഉടനെ ആള് തീരുവോ? ചവിട്ടിയിട്ട് കാലെടുക്കില്ലേ, അപ്പോഴാ ഇത് പൊട്ടുന്നേ. പൊട്ടിയാ കൊടല് വരെ ചെതറിത്തെറിക്കും. ഹോ, അത്ര ഭയങ്കരോ? ഇതില് നമ്മൾ പെടാൻ പാടില്ലല്ലോ. അതിനാണ് ചുവന്ന പൂ ചുറ്റും ഇട്ടേക്കുന്നേ. നോക്കി മാറി നടക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ ഇതിലങ്ങ് അറിയാണ്ട് ചവിട്ടിപ്പോയാ പിന്നെ നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? അത് പിന്നെ നമ്മുടെ സൗന്ദര്യ. അത് സൗന്ദര്യ പത്രം കൊണ്ട് ഞാൻ എത്തി. ഏയ്, നീ കിങ്ങാടാ. ആ ന്യൂസിന് വേണ്ടിയാ കാത്തിരിക്കുന്നേ. സൗന്ദര്യ, ആ വഴിക്ക് വരല്ലേ? സൗന്ദര്യ, ആ സൈഡിൽ കുഴിബോംബ് വെച്ചിട്ടുണ്ട്. ഏയ്, ആ വഴിക്ക് വരല്ലേ, അതിലെ വരല്ലേ. അയ്യോ അയ്യോ, സൗന്ദര്യ, അയ്യോ സഖാവേ, സഖാവേ, അയ്യോ സൗന്ദര്യ, സഖാവേ, സഖാവേ, അയ്യോ സഖാവേ, ഞാൻ എന്തായി കാണുന്നത്? എന്റെ കൈ കാണുന്നില്ല, എല്ലാം പോയല്ലോ. വേദനിക്കുന്നു സഖാവേ, വേദനിക്കുന്നു. എടുത്തില്ല സഖാവേ, എന്നെ കൊന്നേക്ക്, എന്നെ കൊന്നേക്ക്. ചേട്ടാ, ആ ചെറുകുട്ടി തട്ടിയെടുത്തില്ലേ, പാവം അത്. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ സഖാവേ. രണ്ടാളും പിരിയാൻ പറഞ്ഞത് കൈ പിടിച്ചിട്ട് നീ പോയതല്ലടാ. അതെന്നോട് പറഞ്ഞില്ലായിരുന്നു ബാബാ, അതെന്നോട് പറഞ്ഞില്ലായിരുന്നു ബാബാ.
മുത്തശ്ശി പാവാ ബാവ. ഞാൻ ജീവനോട് തെരഞ്ഞ അവരെ അന്വേഷിച്ചോണ്ടിരിക്കും ബാവ. ഞാൻ മരിച്ചു പോയെന്ന് പറയാം ബാവ. ഞാൻ രക്ഷപ്പെടുത്തില്ല. എന്നെ ദയവൊന്നും ചെയ്യ പറയാം ബാവ. എന്നെ ഒന്ന് കൊന്നതാ. എന്നെ കൊല്ലാൻ പറ. എന്നെ ദയവൊന്നും ചെയ്യാൻ പറയാം ബാവ. എന്നെ കൊന്നേക്ക്. എന്നെ കൊന്നേക്ക്. വേദന സഹിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല. എന്നെ കൊന്നേക്ക്. സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊന്നേക്ക് സഖാവേ. ദയാവൊന്നും ചെയ്യ്. പോയല്ലോ പോയല്ലോ. തീവ്രവാദത്തിന്റെ ആദ്യാക്ഷരം തീ. നിയമത്തിന് വിധേയപ്പെട്ടാൽ ദീപമായി പ്രകാശം തരും. നിയമത്തിന് അതീതരായാൽ ചാരമായി അവസാനിക്കും. എടാ DGP, വെളച്ചിലെടുക്കാല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? എന്റെ ആള് മരിച്ചെടുക്കുന്ന ഈ സൗന്ദര്യല്ലേ, അവന്റെ പേരില് സത്യം ചെയ്യാ. ഇപ്പൊ നിന്റെ മോളെ രക്തത്തിൽ കുളിപ്പിച്ച് അവന്റെ കൂടെ അയക്കാൻ പോവാടാ. സഖാവേ, അവിടെ വിടാൻ പാടില്ല സഖാവേ. അയ്യോ അയ്യോ, എവിടെയാടാ അവളെ? എവിടെയല്ലേ കെട്ടിട്ട്? സഖാവെ കെട്ടിട്ടിരുന്നേ. വെടിശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് വന്നേ. ചെല്ലോ, കൈരളി ചെല്ലോ. കാമണിക്കൂർ പോലും ആയാലും സഖാവേ ഒന്നിനെങ്ങനെ പോയിട്ടുണ്ടാവും. ചെല്ലോ, കൈരളി ചെല്ലോ. സത്യമായിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നു സഖാവേ. വെടിവെച്ച കേട്ടിട്ട് അങ്ങോട്ട് വന്നേ. ആ ഗ്യാപ്പിൽ എസ്കേപ്പ് ആയി കാണും. കാല് കെട്ടിയായിരുന്നു, കൈയാണെങ്കിൽ പുറകിൽ വെച്ച് കെട്ടിയായിരുന്നു. പിന്നെ എങ്ങനെയാടാ കെട്ടഴിച്ച അവള്? അയ്യോ അയ്യോ, എന്തു പറ്റി സഖാവേ? എന്തു പറ്റി? കഴുതാനെ കാണാനില്ലടാ. മണി മണി മണി, എവിടെയാടാ നായെ? പറയടാ, എവിടെയാടാ നായെ? ഞാനിവിടെ നനങ്ങിയിട്ടേ ഇല്ല. എന്നോട് ചോദിച്ചിട്ട് എന്താ? ബോംബ് പൊട്ടിപ്പോ എന്താ ഏതാന്ന് അന്വേഷിക്കാൻ നീ വന്നില്ല. അപ്പൊ നീ അവളെ അഴിച്ചു വിട്ടൂല്ലേ? അരുൺ, തെറ്റാര് ചെയ്താലും ഞാൻ എതിർക്കും. ദ്രോഹം എന്റെ പാരമ്പര്യത്തിലില്ല. എന്റെ ശിക്ഷ കഴിയാൻ കുറച്ചുകൂടെ സമയമുണ്ട്. ഇതുവരെ ഞാൻ ഈ പാറ വിട്ട് ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവളെ രക്ഷപ്പെട്ടെ? അഴിച്ചു വിട്ടത് ആരാ? ആരാ? എന്നെ നാണം കെടുത്താണോ ഈ പണി ചെയ്തേ? ഇങ്ങോട്ട് നോക്കിയേ. ആ കൊച്ച് വീഡിയോ ക്യാമറ എന്തോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത്? നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നോക്കട്ടെ. നിങ്ങൾ നോക്ക് വീരച്ചമ്മി, നന്നായിട്ട് നോക്ക്. എങ്ങനെ രക്ഷപ്പെടണമെന്നും എങ്ങനെ കെട്ട് അഴിക്കണമെന്നും എന്റെ മാസ്റ്റർ ട്രെയിനിങ് തന്നിട്ടുണ്ട്. അങ്കിൾ, എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാം. പ്ലീസ് അങ്കിൾ, നിങ്ങൾ വാ, എല്ലാവർക്കും നാട്ടിലേക്ക് പോവാം. അവക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇത് കുഴിബോംബ്, പാമ്പിൻ താവളം, ഇതൊരു കോട്ട പോലെയാണോ? അവളിത് മറികടന്ന് പോകുന്ന അത്ര എളുപ്പമല്ല. വാ നോക്കാം. മണി, എവിടെ പോവാ? എവിടുന്നാണോ വന്ന് അങ്ങോട്ട് തന്നെ പോവാ. ഇവിടെ നീതിയില്ല, നിയന്ത്രണം കാണാൻ പോലും ഇല്ല. ഒരു തോന്നിവാസം നയിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള ബന്ധം ഇതോടെ അവസാനിച്ചു. മാതൃഭവനത്തിലേക്ക് പോവാ. അതെ, ജനഗണമന അതിനായക ജയ എന്ന് പാടാൻ പോവാ. ഇതല്ലേ പറ്റൂ, ഇതല്ലേ പറ്റൂ. ഇതെല്ലാം നിനക്ക് വേറെന്താ ചെയ്യാൻ പറ്റുക? വേറെന്താ നിനക്കറിയാ? അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനത്തെ നിന്റെ സ്വാർത്ഥത കൊണ്ട് ഒന്നും ഇല്ലാതാക്കി. ഇനി എന്താ വേണ്ടേ? വെടിവെക്കേ, വെടിവെക്കേ. മണി നിക്ക്, മണി പോകല്ലേ, നിക്ക്. മണി ഒന്ന് നിക്ക്, കുട്ടിയെ കിട്ടിയിട്ട് പറഞ്ഞ് തീർപ്പാക്കാം. വേണ്ടടോ, നിങ്ങളുമായിട്ട് ഒരു സഹവാസം വേണ്ട. 3, 2, 1. അങ്കിൾ വേണ്ട, മണിയങ്കളുടെ വെടിവെക്കല്ലേ, ഞാൻ എത്തി. ഭയങ്കര തന്റെ ഐഡിയ. എന്ത് കെറ്റപ്പിലാ വന്നേക്കണം നോക്കി. സഖാക്കളെ അങ്ങോട്ട് നോക്കി. നോക്ക്, ആ കുട്ടിയുടെ സ്കൂൾ ബാഗിൽ ചോക്ലേറ്റിന്റെ കൂടെ ബലൂണും ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ വീർപ്പിച്ച് വിട്ടിട്ടുണ്ടാവും. സഖാക്കളെ, അതിലെന്തോ എഴുതിയിട്ടുണ്ട്, നോക്കിയേ. ഇന്നാ ബൈനോക്കുലർ. അതെ അതെ, അതിലെന്തോ എഴുതിയിട്ടുണ്ട്, നോക്കിയേ.
സഖാവേ അതിലെന്താ എഴുതിയിരിക്കുന്നത്? യെസ് ഓ യെസ് എന്ന് വെച്ചാ ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ. ആ ഇത് വേൾഡ് കോഡാടോ. ശരി. ഇത് ആര് കണ്ടാലും സഹായത്തിന് വരും. അയ്യോ അയ്യോ കൊറേ ഉയരത്തിലേക്ക് പോയല്ലോ, പോലീസ് കാണുന്നുണ്ടാവുമല്ലോ. പോലീസാണെങ്കിൽ ഹെലികോപ്റ്ററിൽ പെട്ടെന്ന് ഇങ്ങ് പറന്നെത്തത്തില്ലേ? ഓ എന്റെ അമ്മേ. സഖാവേ ഇങ്ങോട്ട് നോക്കിക്കേ, ആ കൊച്ചിനെ കാണുന്നില്ല, മണിയേം കാണുന്നില്ല. അയ്യോ. സഖാവേ നിങ്ങൾ ഇതിനെ എങ്ങനെ അസ്വസ്ഥനാകുന്നത്? ആ പെണ്ണാടോ തുറുപ്പിച്ചിട്ട്? അതാണെങ്കി ഓടിപ്പോയി. പോലീസുകാരന്റെ കയ്യില് ആ പെണ്ണില്ലാതെ നമ്മൾ പെട്ടാ അവര് കൊന്നുതള്ളും. ആ പെണ്ണിനെ പിടിച്ചേ പറ്റൂ, എന്നാലേ കൊച്ചിനെ വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആണോ. എങ്ങനെയെങ്കിലും പിടിച്ച് തോലയ്ക്ക്. പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും രാമരാജന്റെ ഗതിയാ. സഖാവേ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും സഖാവേ. രാഘു വന്നേ, വാ വാ വാ, എവിടെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും സഖാവേ. വാ വാ വേഗം. അമ്മോ ഇരുട്ടായല്ലോ. മണി, കൂടെ നിന്ന് നീ ചതിച്ചല്ലേ? നെറികെട്ട നായിക്കളെ, നിങ്ങളെ ഞാൻ വെറുതെ വിടോടാ. ഒന്ന് കണ്ണടച്ച് തുറക്കണേന് മുമ്പ് രണ്ടും കൂടി നമ്മളെ പറ്റിച്ചല്ലോ. ഇപ്പൊ ഞങ്ങളാ പെട്ടുപോയത്. എവിടെ പോയി തൊലഞ്ഞാവോ? എടാ മണി, അയ്യോ ഇതെന്താ? അയ്യോ കുഴിബോംബാ. ചുവന്ന പൂവ്. സഖാവേ എന്താണോ അവളെ കണ്ടുപിടിച്ചോ? ഇല്ല സഖാവേ, കുഴിബോംബി ചവിട്ടിപ്പോയി സഖാവേ. എന്താണോ താനീ പറയുന്നേ? അതേ സഖാവേ, ഞാൻ ഓടി വരികയായിരുന്നു, അറിയാതെ ചവിട്ടിയതാ. നോക്കിയപ്പോ കുഴിബോംബാ സഖാവേ. അതെന്തിനാ ചവിട്ടാൻ പോയേ? അതിന് ചുറ്റും ചുവന്ന പൂവിട്ടിട്ടില്ലടാ. കണ്ടില്ല സഖാവേ. നേരമില്ലാത്ത നേരത്തെ ഇയാളുടെ ഒരു പിരിപോയ പോലെ ചെയ്തു കൂട്ടുക. ഹെലികോപ്റ്ററിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. ഇനി ബലൂൺ അങ്ങനെ കണ്ടിട്ട് പോലീസ് വന്നതാണോ? എനിക്കാകെ പേടിയാകളെ, കാല് കിടന്ന് വിറക്കണ് സഖാവേ. സൗന്ദര്യ പോലെ ആയി പോകുന്ന പേടി സഖാവേ. സഖാവേ ഒന്നും നോക്ക് സഖാവേ. ആരാണോ സാധനത്തെ പോലെ കാല് വെക്കുന്നോട് പറഞ്ഞേ? എടോ കുറച്ചു നേരം ഇവിടെ കാലനക്കാതെ അനങ്ങാതെ നിക്ക്. ആദ്യം ഞാൻ കൊച്ചിനെ പിടിച്ചോണ്ട് വരട്ടെ. എല്ലാം വിട്ടുകളയില്ല സഖാവേ, പറ്റില്ല സഖാവേ. അതുവരെ കാലിങ്ങനെ കാല് തകർന്നു പോകും സഖാവേ. വാ സഖാവേ. എന്നാ ചത്ത് തൊലയണോ? ആ സൗന്ദര്യ അടുത്ത് പോയി കൂടെ. സൗന്ദര്യ പറഞ്ഞ കേട്ടാടാ. ലൗക്യത്തിലാടാ ഇതുപോലത്തെ പ്രശ്നമല്ലോ സമരമൊക്കെ. എല്ലാം കുടുക്കിട്ട് പോയില്ലേടാ സൗന്ദര്യ. സഖാവേ വാ സഖാവേ. മണി കുഴിബോംബി ചവിട്ടിപ്പോയി. എങ്ങനെയാടാ ഇനി രക്ഷപ്പെടുന്നത്? എല്ലാം രക്ഷിക്കടാ. ചെല്ലം വേണ്ട ചെല്ലം, അത് ഭയങ്കര ഡേഞ്ചർ. കോമഡി അങ്കിൾ അവിടെ അനങ്ങാതെ നിക്കണേ. മോളെ സൂക്ഷിച്ച്. ചെല്ലം സൂക്ഷിച്ചല്ലോ. ചെല്ലം വേണ്ട, എല്ലാം വാ ചെല്ലം. അനങ്ങല്ലേ അങ്കിൾ. പറയുന്ന കേക്ക് ചെല്ലം, വേണ്ട ചെല്ലം. നമുക്ക് പോവാൻ ചെല്ലം, വാ ചെല്ലം. മണി അങ്കിൾ ആ കല്ലിങ്ങെടുത്തേ. വേണ്ട ചെല്ലം, കുഴി പോവാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അരുൺ വരുവേ, വാ പോകാം. പ്ലീസ് അങ്കിൾ, പാവം കോമഡി അങ്കിൾ ഒന്നെടുത്തേ. എന്താ മോളെ, എന്താ ഇങ്ങനെ? കുഴി പോകുമ്പോ ഭയങ്കര ഡേഞ്ചറാ മോളെ. നിനക്കൊന്നും അറിയാത്തോണ്ടാ. പൊട്ടിയ 10 അടി ദൂരത്തേക്ക് എല്ലാം ചാരമാവും. നമ്മളൊന്നും ഉണ്ടാവില്ല മോളെ. ഇത് നാടൻ ബോംബാണ്, പേഴ്സണൽ മൈൻ MS-3. 5 കിലോ വെയിറ്റ് ഉള്ള എന്ത് ചവിട്ടിയാലും കാലെടുക്കുമ്പോ കുഴി ബോംബ് പൊട്ടും അങ്കിൾ. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട് അങ്കിൾ. എന്റെ മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. കുത്തുപാറക്കടുത്ത് അന്വേഷിച്ചോണ്ടിരിക്കുക.
കോമഡി അങ്കിൾ, ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വേദനിച്ച സഹിച്ചോണം, അനങ്ങാതെ നിക്കണേ. ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ചെല്ലും. ആ കല്ലിങ് എടുത്തോണ്ട് വന്നേ. ഭയങ്കര റിസ്കാ മോളെ. നമ്മൾ ഒന്നിച്ച് ചാവണമെന്നാണോ? പോയാ ദൈവത്തിന്റെ അടുത്തേക്കല്ലേ പോന്നേ? അവിടെ എന്റെ മുത്തശ്ശനും ഉണ്ടാവുമല്ലോ, നല്ല അങ്കിൾ, സൗന്ദർ അങ്കിൾ, എല്ലാവരും ഉണ്ടാവുമല്ലോ. അങ്കിൾ, നിങ്ങൾക്കറിയാമോ, എന്റെ മുത്തശ്ശൻ വളരെ നല്ല ആളാണ്. മോളെ നോക്കി ശ്രദ്ധിച്ച്, പേടിയാവുന്നു മോളെ. ഈ 2 കമ്പിയുടെ മേലെ ഞാൻ കൈവച്ച് അമർത്തി 5 കിലോ പ്രഷർ കൊടുക്കണം. അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോ കോമഡി അങ്കിൾ, നിങ്ങളുടെ കാല് പുറകോട്ട് വലിക്കണേ. അങ്ങനെ 5 കിലോ പ്രഷർ കൊടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ട് കുഴിബോംബ് പൊട്ടില്ല. മണി അങ്കിൾ, ഞാൻ 5, 4, 3, 2, 1 എന്ന് പറഞ്ഞ ഉടനെ കല്ല് കുഴിബോംബിന് മുകളിൽ പെട്ടെന്ന് വെച്ചോണം. മണി അങ്കിൾ, നിങ്ങൾ കല്ല് വെച്ച ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയി 10 അടി ദൂരം നമ്മളെല്ലാം ജമ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ, റെഡി റെഡി സ്റ്റാർട്ട്. കോമഡി അങ്കിൾ, കാല് പയ്യെ എടുക്ക്, വലിക്ക് പെട്ടെന്ന്. മണി അങ്കിൾ, ആ കല്ലിങ് വേഗം കൊണ്ടുവാ. കുറച്ചുകൂടെ അടുത്തേക്ക്, 3 ഇഞ്ച് കൂടുതൽ. റെഡിയാണോ? 5, 4, 3, 2, 1. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. എന്റെ മോനെ മഹാമായ, എന്റെ ദൈവമാണ് നീ. വടിവേ, നിന്റെ ഭർത്താവിനെ ഈ കുട്ടി ദൈവം രക്ഷിച്ചടി. മണി, 10 മിനിറ്റ് ഞാൻ മരിച്ച് ജീവിച്ചടാ. ഇതെനിക്ക് 2ാം ജന്മം നൽകിയ കുട്ടിയാ. ത്യാഗു, ഏത് ഭാഗത്തുള്ള അവരെ കണ്ടുപിടിച്ചോ? അയ്യോ, ത്യാഗു, കിട്ടിയില്ല സഖാക്കളെ. ഓരോ സ്ഥലവും മാറി മാറി നോക്കുക. ഞാനിവിടെ നോക്കിയോളാം, നിങ്ങൾ ആ ഭാഗത്ത് തന്നെ നോക്കിയോ. ത്യാഗു മോനെ, നിനക്ക് നല്ലതേ വരൂ. ഇവൻ കാരണം പ്രസ്ഥാനം നശിച്ചു, രാമരാജന്റെ ജീവനും പോയി. അതെ, എന്തിനാ നമ്മൾ ഈ കാട്ടില്? നരക ജീവിതം. നമുക്ക് പതിയെ സറണ്ടർ ചെയ്യാം. എന്തൊക്കെയായാലും പോലീസ് വരും. വാസകാവേ, വേഗം പോവാം. വേട്ടനായെ പോലെ വെറി പിടിച്ചലയ. ഇപ്പൊ ചെല്ലത്തിന്റെ കൂടെ കണ്ട് നമ്മളെ കണ്ട അന്നേരം തന്നെ എല്ലാത്തിനെയും കൊന്നുള്ളൂ. ശരിയാ. തട്ടിക്കളയേണ്ടത് തന്നെയാ. ഇനി നിങ്ങളെ മാറ്റാനും പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല. ഫ്രോഡ് കഴുതുകളെ. എടാ ത്യാഗു, ആ ഭാഗത്ത് തന്നെ അന്വേഷിക്കാൻ അല്ലേ? ആ വാക്കിലാടാ എനിക്ക് ഡൗട്ട് കുടുങ്ങിയത്. എന്റെ കൂടെ നടന്നിട്ട് നീ എനിക്കിട്ട് പാര വെക്കുന്നോ? ഒറ്റിക്കൊടുക്കാൻ തുടങ്ങിയല്ലേ? പിന്നെ എന്താ, നേരെ പരലോകത്തേക്ക് പൊക്കോ. നിങ്ങൾ വന്നല്ലേ? വാ. എന്ത് തലയും കുത്തി മറിഞ്ഞാലും ഇന്നൊന്നും നടക്കില്ലടാ. രാത്രിയായി. നാളെ എങ്ങാനും വാ. നാളെ വന്നിട്ട് 4 ശവം എടുത്തോണ്ട് പൊക്കോ. ഏയ്, ആരെങ്കിലും അനങ്ങിയ അങ്കിൾ, അവരെ വിട്ടേക്ക്, എന്നെ കൊന്നോളൂ. വലിയൊരു ത്യാഗി വന്നേക്കുന്നു. വർത്താനം കേട്ടില്ലേ? മുട്ടേന്നങ്ങ് വിരിഞ്ഞിട്ടില്ല. അവളുടെ കയ്യിലിരിപ്പ് കണ്ടോ? ഇതൊക്കെ ആരടി പഠിപ്പിച്ചു തന്നെ? മാസ്റ്റർ. ഏതവനാടിയാ മാസ്റ്റർ? ആദ്യം അവനെ തട്ടിക്കളയണ്ടേ. ഏയ്, ഇനി എന്തൊക്കെയാടാ ബാഗിലുള്ളത്?
പോലീസ് വരും സഖാവേ. എന്തായാലും നമ്മൾ കൊടുക്കും സഖാവേ. വായടയ്ക്ക് നിന്നെ പോലെ കോമഡിയാണെന്ന് വിചാരിച്ചോ കാലെ വീഴാനായിട്ട്? ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുവാടോ. ഞാൻ മരിച്ചുപോയി പുനർജന്മം എടുത്താ പോലും എങ്ങുമെങ്ങും വിജയം തന്നെ. മനസ്സിലായോ? എടാ ത്യാഗു, നീ കൂടെ നിന്ന് ചതിച്ചല്ലേ? ആദ്യം നീയാ. എത്ര കഷ്ടപ്പെട്ടു, എത്ര സ്വപ്നം, എത്ര അധ്വാനിച്ചടാ. അതെല്ലാം വെറുതെയാക്കി കളഞ്ഞില്ലേ? നെറികെട്ട നായ്ക്കളെ, വിടുവോടാ ഞാൻ നിന്നെയൊക്കെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടോളൂ. ഓടാ പരനാറി, നീയാണ് നമ്പർ 1. ഇന്നാ പിടിച്ചോ നെറ്റിയില്. പാമ്പ് അയ്യോ, 2 പാട്. പാമ്പ് ശരിക്കും കൊത്തിയെന്നാ തോന്നുന്നേ. കറുത്ത പാമ്പല്ലേ? എന്ത് പാമ്പാ അത്? കറുപ്പാണെങ്കിൽ കരിമൂർക്കനാ. കരിമൂർക്കനോ? ശരിക്കും ഉണ്ടോ? കറുത്ത പാമ്പാ. പോയപ്പോ കണ്ടില്ലേ? അത് കടിച്ച മരുന്നേ ഇല്ല. ഇല്ല അങ്കിൾ, കെട്ടിട്ട വിഷം കേറില്ല. പെട്ടെന്ന് പോവാൻ മണി. എടാ മണി, ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നേ? പാമ്പ് കടി കൊണ്ട് കിടന്ന് പൊളയുമ്പോഴും അവൻ ആ തോക്ക് വിട്ടോ നോക്കി. നീ പറഞ്ഞ ശരിയാ. തോക്ക് വിടാതെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുക. ഏതായാലും പോവല്ലേ, എല്ലാരെയും തട്ടിട്ട് പോകാൻ തോന്നിയാ അവ ശരിക്കും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ പോയാലോ? അത് തന്നെ പറയുന്നേ. ഇതിലെ ശബ്ദം ഉണ്ടാക്കാൻ നമുക്ക് പോയേക്കാം. കയ്യെ പിടിച്ചോ. ഇല്ല, ഞാൻ വരില്ല. പാവം ചീത്ത അങ്കിൾ. അങ്കിളിനെ പാമ്പ് കടിച്ചു. അങ്കിളിനെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. എന്നെ വിട്. എന്തായത്? സമയവും സന്ദർഭവും മനസ്സിലാക്കേണ്ട ഓരോന്ന് പറയുന്നു. അവനെ പറ്റി അറിയാവുന്നല്ലേ മോക്ക്? എത്ര പേരെ കൊന്നവനാ. മോളെ എന്തോരം അടിച്ചിട്ടുള്ള. വാ മോളെ പോകാം. ഇല്ല, നിങ്ങളുടെ കൂടെ വരില്ല. ചീത്ത അങ്കിളിനെ രക്ഷിക്കണം. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാ അവരെ രക്ഷിക്കണമെന്ന് എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട്, മാസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. ചീത്ത അങ്കിളിനെ രക്ഷിക്കണം. എന്റെ കയ്യിൽ വിട്. അങ്കിൾ, നിലത്ത് അങ്ങനെ കിടക്കല്ലേ. ബ്ലഡില് വിഷം കേറും. ആ പാറയിൽ കേറി ഇരിക്കേ. എന്താ ഈ കൊച്ചിങ്ങനെയൊക്കെ? മോളെ, അവൻ കുഴപ്പക്കാരനാ. നമുക്ക് ഇവിടെ ഒഴിവായി പോവാം. മോളെ. അയ്യോ, എന്തായി പറയണേ? മണി, നമുക്കങ്ങ് പോയാലോ? ഈ കുട്ടിയില്ലാതെ അങ്ങോട്ട് പോയാ തിരിച്ചു ചെന്നാ പോലീസ് നമ്മളെ വെടിവെച്ച് കൊല്ലും. അതിലിപ്പോ ഇവിടെ കിടന്ന് മരിക്കുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആ കുട്ടിക്കുള്ള നന്മ പോലും നമുക്കില്ലാതെ പോയല്ലോ. എന്തായാലും അവൻ നമ്മുടെ ആളല്ലേ. പാമ്പ് കടിച്ച് ജീവൻ പോകുന്ന അവസ്ഥയിലാ. ആ കൊച്ചു പറയുന്ന പോലെ നമുക്ക് പാമ്പ് കടിച്ചതിന്റെ മേലൊരു കെട്ടിടാം. നന്നായിട്ട് കെട്ടിക്കോ. രക്ഷിക്ക്. ജീവൻ തിരിച്ചു കിട്ടിയാ അവൻ എന്തായിരിക്കും ചെയ്യുന്നതെന്നറിയോ? അവനും നായകളും ഒരുപോലെ. അതെന്തുവാകട്ടെ, അങ്ങനെയാണെങ്കിൽ അവനങ്ങ് ചെയ്യട്ടെ. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം. പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കും ടൈറ്റായിട്ട് കേട്ടാ ഇനി കയറിനവിടെ പോവും. ശരിയല്ലോ. കയർ എന്റെ ബാഗിലുണ്ട്, ഞാൻ തരാം. എന്തൊക്കെയോ ആ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതാ. ആ മാസ്റ്റർ ആൾ അതിസമർത്ഥനാണല്ലോ. അങ്കിൾ, ഇത് കൊണ്ട് കടി കൊണ്ടെടുത്ത് കീറി ബാഗ് കൊണ്ട് വലിച്ചെടുത്ത് രക്തം തുപ്പിക്കളേ. ഞാൻ നാഗമുലയുടെ ഇല പറിച്ചിട്ട് വരാം. അത് വിഷം ഇറക്കും. വേഗം രക്തം വലിച്ചെടുക്ക്. ചെല്ല്. ചീത്ത അങ്കിൾ, ധൈര്യമായിരിക്കെ. ഞാൻ ഇപ്പൊ വരാം. മോളെ സൂക്ഷിക്കണം. ചുവന്ന പൂ ചുറ്റിയിട്ടിട്ടുണ്ട്. അതിൽ കുഴിബോംബുണ്ട്. നോക്കി പോണേ. ശരി അങ്കിൾ. വേഗം വാ. പൊക്ക് പൊക്ക്. കെട്ട് കെട്ട്, നല്ലോണം കെട്ട്, മുറുക്കി കെട്ട്. ടൈറ്റ് ആകട്ടെ, ടൈറ്റ് ആക്ക്. അതേ മണി, കീറിയ സ്ഥലത്ത് രക്തം ഒഴുകുന്ന കണ്ടില്ലേ? വലിച്ചു തുപ്പിക്കളാ. പല്ലുവേന എനിക്ക് പറ്റില്ല. നീ ചെയ്യേ. എടോ, എന്താടോ? തനിക്കറിയാവുന്നല്ലേ എനിക്ക് ചോര വേണ്ട. ഓക്കാനം വരില്ലേ? എന്നോടാണ് ചെയ്യാൻ പറയുന്നത്. ത്യാഗ്, നീ വലിക്ക്. നിങ്ങൾ പല്ലുവേന എന്ന് പറഞ്ഞ എസ്കേപ്പായി. ഇവനാണെങ്കിൽ ഛർദി. ഞാൻ വലിച്ചെടുത്ത് മരിക്കണോ? ഒന്ന് പോയേ. എനിക്ക് ചൂടാ, വായിലൊക്കെ പുണ്ണ, വിഷം കേറും. നീ തന്നെ വലിച്ചിട്. വേണ്ട 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 വേണ്ട, എന്നെ വിട്ടേക്ക്. ഈ പാമ്പടി എനിക്ക് കിട്ടേണ്ടതാ. അങ്കിൾ, ഞാൻ എത്തി. ഇതാ അങ്കിൾ, നാഗമുല്ലയില. ഇത് കഴിക്ക്. വിഷം പെട്ടെന്ന് ഇറങ്ങും. അങ്കിൾ,
ആരും രക്തം വലിച്ചെടുത്ത് കളഞ്ഞില്ലേ? മോളെ എനിക്ക് പുഴുപ്പല്ല മോളെ, വിഷം കേറില്ലേ? ചോര കണ്ട ഓക്കാനം വരും, എന്നെ കൊണ്ട് പറ്റില്ല ചെല്ലം. എനിക്ക് അൾസറാ, വായൊക്കെ പുണ്ണാ മോളെ. ഒരു പിടിച്ചലഞ്ഞവല ചെല്ലത്തെ തട്ടിക്കൊണ്ടുവന്നു. ഞാൻ രക്തം വലിച്ചെടുക്കാം. വേണ്ട മോളെ ചെല്ലം, നിനക്ക് വിഷം തീണ്ടും. രാമരാജനെ കൊന്ന് സൗന്ദര്യന്റെ ഇവിടെ മരിച്ചേ, ഞാൻ മാത്രം എന്തിനാ മോളെ? അങ്കിൾ ശരിക്കും പിടിച്ചോ, ഞാൻ രക്തം വലിച്ചെടുക്കാൻ പോവാ. വേണ്ട, എന്നെ വിട്ടേക്ക്. പിടിച്ചോ, അങ്കിളിന്റെ മുറുകെ പിടിച്ചോ. പ്ലീസ് അങ്കിൾ, കണ്ണ് തുറക്കൂ അങ്കിൾ. ഒന്നും പറ്റില്ല, ധൈര്യമായിട്ടിരിക്കെ. പക്ഷേ അങ്കിൾ ഈ രാത്രിയിൽ ഉറങ്ങാനേ പാടില്ല, എന്നാലേ വിഷം കേറാതിരിക്കൂ. ഞങ്ങളുടെ നാട്ടിൽ പാമ്പേടിയേറ്റ ഉറങ്ങാൻ സമ്മതിക്കില്ല. രാത്രി മുഴുവൻ ഒരേ പാട്ട് പാടായിരിക്കും. എന്നാ നീ ഒരു നാടൻ പാട്ട് പാടും. കഴുതരാഗം വേണോ? എന്നാ നീ ഒരു പാട്ട് പാട്. ഞാൻ ഒറ്റയ്ക്ക് പാടില്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വായിച്ചാലേ പാടുള്ളൂ. നീ തന്നെ പാട്. ഞാൻ പാടണോന്നോ? ഞാൻ പാടിയാ ദാ അവനെ കടിച്ചിട്ട് പോയ ആ പാമ്പ് തിരിച്ചു വന്നിട്ട് എന്നെ കൊത്തും. നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, ഉറങ്ങാൻ പോവുക. തൂങ്ങുന്ന കണ്ടാ, തൂങ്ങുന്ന കണ്ടാ. ഉറങ്ങാൻ വിടല്ലേ, ചത്തങ്ങാൻ പോയല്ലോ. മിണ്ടായിട്ടോ, ചത്ത നല്ല കാര്യമല്ലേ? ഇവൻ എന്താ, ഇവൻ എപ്പോ നോക്കിയാലും ഇങ്ങനെയല്ല പറയുന്നത്. എന്തായാലും നമ്മുടെ സഖാവല്ലേ. അങ്കിൾ, അങ്കിൾ, അരുൺ അങ്കിളിനോട് ഉറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിപ്പോയല്ലേ? അയാൾ ഉറങ്ങിയിരുന്നു. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കോ? ആ അത് പറ. അങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ നീ. ശരി, നിങ്ങൾ വാ. വരാം, അല്ലെങ്കിൽ നീ വെറുതെ വിടുവോ? മണി, ത്യാഗു, സഖാവ് ആൾ ഉഷാറായല്ലോ. സഖാവേ, ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു കിട്ടി. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, എഴുന്നേറ്റ് നിക്ക്. സഖാവേ, ധൈര്യമായിട്ട് എണീറ്റില്ല സഖാവേ, ഇനി പേടിക്കാനൊന്നുമില്ല. ചെല്ലം കാരണം നിങ്ങൾ രക്ഷപ്പെട്ടാ. Come on, എഴുന്നേക്ക്. എണീക്ക് സഖാവേ. ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നടാ ത്യാഗു. തിരിച്ചു വന്നു. എന്നെ ഒരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ഈ കയറൊക്കെ എന്തിനാടാ? ഇന്നാ പിടിച്ചോ. തിരിച്ചു വന്നു. എനിക്ക് മരണമില്ലടാ. കാലൻ എന്നെ കണ്ട് തിരിച്ചോടിയടാ. ഒരു കൊലകൊമ്പന് എന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലടാ. വീര, ഇനി ഞാൻ പറയുന്നതാണ് നിയമം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടോ? കണ്ടോ? ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ അവ നന്നാവൂലെന്ന്. ത്യാഗു, വീര, മണി, ഇങ്ങോട്ട് വാ. ത്യാഗു, എടാ വരില്ലേ? വരാ സഖാവേ, നമ്മൾ രണ്ടു ഇരട്ടകളെ പോലെ ഒരുമിച്ചല്ലേ ജനിച്ചേ. വീര, വാടോ. വീര, വാ. സഖാവേ, നിങ്ങളാണ് എന്റെ ജീവൻ. ഇതാ വരുന്നു. നിങ്ങളെ തന്നെ പിരിക്കാൻ പറ്റുമോ? ഓന്തുപോലെ ഒട്ടിയിരിക്കല്ലേ ഞാൻ. വിളിച്ചുടനെ പാഞ്ഞു വന്ന കണ്ടില്ലേ? മണി, വാ. മരിച്ചാലും ജീവിച്ചാലും പ്രസ്ഥാനത്തിന് വേണ്ടി. മണി, വരാനല്ലേ പറഞ്ഞേ?
മണി ഇങ്ങോട്ട് വരൂ. സഖാവ് മണി വരൂ. നമ്മുടെ സഖാവ് പറയുന്ന പോലെ ചെയ്യാം. സഖാവില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ആരാ? വാ മണി വാ. എങ്ങും 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 വിജയം. സഖാവേ, നിങ്ങളാണ് വഴികാട്ടി, നിങ്ങളാണ് ആദ്യം പറയേണ്ടത്. പാടിക്കോ. ഞാൻ അറിയാതെ പാടിപ്പോയതാ. ചെല്ലം വാ, കൈരടി ചെല്ലം വാ, വന്ന് നിക്ക്. ഞാൻ വരുന്നില്ല. അല്ല, നീ വരണം. ഞാൻ വരേയില്ല. നീയും എന്റെ കൂടെ വന്ന് പാടണം. ഞാൻ പാടില്ല നിങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞാ പാടില്ലേ? ഞാൻ പാടില്ല. 5 4 3 2 ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്റെ മാതൃരാജ്യത്തെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു. കൈരളി ചെല്ലും, എന്റെ അടുത്തേക്ക് വാ മോളെ. ജീവൻ ദാനമായി തന്ന അമ്മേ, എന്റെ അടുത്തേക്ക് വാ മോളെ. നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇപ്പോ നിങ്ങൾ നല്ല അങ്കിളാ. കൈരളി ചെല്ലും, നിന്റെ തിരുനാവ് കൊണ്ട് നമ്മുടെ ദേശീയഗാനം പാടുമോളെ. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്തര ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിക ഗംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ गाहे तव जय गाथा जन गण मंगल गायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद. ഈ കാട്ടിനുള്ളിൽ കൊടുങ്കാറ്റടിക്കുമോ, ദേശദ്രോഹ ഭൂകമ്പം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുമ്പോ പൂമഴ, അതും ദേശസ്നേഹത്തിന്റെ മഴയല്ലേ പെയ്തത്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ബാലയ്ക്ക് നന്ദി പറയണം. നമ്മുടെ നാട് പഴമയേഴും സംസ്കാരമുള്ള നാട്. ഇവിടെ എത്ര വ്യത്യസ്തങ്ങളായ മതവും വർഗവും ഭാഷയും ജാതിയുമുണ്ട്. എന്നാൽ നാമെല്ലാം ഭാരതാംബയുടെ ദേശീയതയ്ക്കുള്ളിൽ സുരക്ഷിതമായി ഭദ്രമായി ഒത്തൊരുമയോടെ കഴിയുന്നു. ഇനിയും കഴിയും. ജയ് ഭാരതം. വളരട്ടെ നമ്മുടെ ഐക്യം.